हरि ओम। हरि ओम। हरि ओम। हरि ओम। ഹരി ഓം. ഇത്ര നേരം കറണ്ട് ഇല്ലായിരുന്നു, ഇപ്പോൾ വന്നേ ഉള്ളൂ. അതാണ് കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. വാഗീശാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാ സ്യുഃ തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിഃ സ്ഫടികമണിമയീം അക്ഷമാലാം ദദാനാം. ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ. സാ മേ വാഗ്ദേവദേയം നിവസതു വദനെ സർവദാ സുപ്രസന്നാ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകികോകിലം. വാത്മീകേർമുനിസിംഹസ്യ കവിതാവനചാരിണഃ ശൃണ്വൻ രാമകഥാനാദം കോ നയാതി പരാംഗതിം. യഃ പിബൻ സതതം രാമചരിതാമൃതസാഗരം അതൃപ്തസ്തം മുനിം വന്ദേ പ്രാചേതസമകൽമഷം. ഗോഷ്പദീകൃതവാരാശിം മശകീകൃതരാക്ഷസം രാമായണ മഹാമാലാരത്നം വന്ദേ അനിലാത്മജം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കപീശം അക്ഷഹന്താരം വന്ദേ ലങ്കാഭയങ്കരം. ഉല്ലംഘ്യ സിന്ധോ സലിലം സലീലം യശോകവന്യം ജനകാത്മജായാഃ ആദായ തേനൈവ ദദാഹ ലങ്കാം നമാമി തം പ്രാഞ്ജലിരാഞ്ജനേയം. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യഃ കർണാഞ്ജലി സംബുഡൈരഹരഹർ സമ്യക് പിബത്യാദരാത് വാത്മീകേർവദനാരവിന്ദഗളിതം രാമായണാഖ്യം മധു. ജന്മവ്യാധിജരാവിപത്തിമരണൈഃ അത്യന്തസോപദ്രവം സംസാരം സവിഹായ ഗച്ഛതി പുമാൻ വിഷ്ണോഃ പദം ശാശ്വതം. തദുപഗത സമാസ സന്ധിയോഗം സമമധുരോപനതാർത്ഥവാക്യബദ്ധം രഘുവരചരിതം മുനിപ്രണീതം ദശശിരസശ്ച വധം നിശാമയധ്വം. വാത്മീകീഗിരിസംഭൂത രാമസാഗരഗാമിനി പുനാതിഭുവനം പുണ്യാ രാമായണ മഹാനദി. ശ്ലോകസാരജലാകീർണം സർഗകല്ലോലസങ്കുലം കാണ്ഡഗ്രാഹമഹാമീനം വന്ദേ രാമായണാർണവം. വേദവേദ്യേ പരേ പുംസി ജാതേ ദശരഥാത്മജേ
വേദഃ പ്രാചേതസാദാസീത് സാക്ഷാത് രാമായണാത്മനാ. വൈദേഹി സഹിതം സുരദ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ മണിമയേ വീരാസനേ സുസ്ഥിതം. അഗ്രേ വാചയതി പ്രഭഞ്ജനസുതേ തത്വം മുനിഭ്യഃ പരം വ്യാഖ്യാന്തം ഭരതാദിഭിഃ പരിവൃതം. രാമം ഭജേ ശ്യാമളം. വാമേ ഭൂമിസുതാ പുരശ്ച ഹനുമാൻ പശ്ചാത് സുമിത്രാസുതഃ ശത്രുഘ്നോ ഭരതശ്ച പാർശ്വദലയോഃ വായുവാദികോണേഷു ച സുഗ്രീവശ്ച വിഭീഷണശ്ച യുവരാട് താരാസുതോ ജാംബവാൻ മധ്യേ നീലസരോജകോമളരുചിം. രാമം ഭജേ ശ്യാമളം. നമോസ്തു രാമായ സലക്ഷ്മണായ ദേവ്യൈ ച തസ്യൈ ജനകാത്മജായൈ. നമോസ്തു രുദ്രേന്ദ്രയമാനിലേഭ്യഃ. നമോസ്തു ചന്ദ്രാർക്കമരുദ്ഗണേഭ്യഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. ഹരി ഓം. ആചരണത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് അവർക്കും സുസ്വാഗതം. നാരായണ. നാരായണ. രാമായണ മാസ ആചരണത്തിൻ്റെ ഭാഗമായി നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ നേരത്ത് 4:30 മണി മുതൽ 6 മണി വരെ സുന്ദരകാന്ഡം, വാൽമീകി രാമായണ അന്തർഗതമായ സുന്ദരകാന്ഡം, അതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. ഇന്നലെ ഒന്നാം ദിവസം ആമുഖമായി കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം തുടങ്ങി വെച്ചു. 21 ശ്ലോകങ്ങൾ ഒന്നാമത്തെ സർഗത്തിൽ. വാൽമീകി രാമായണത്തിലെ സുന്ദരകാന്ഡം 68 സർഗങ്ങളായിട്ടാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ അധ്യായങ്ങൾക്കും ഓരോ സർഗം എന്ന പേര്. കാണ്ഡത്തിൻ്റെ അകത്ത് സർഗം 6 പ്രധാന കാണ്ഡങ്ങൾ. അതിൽ സുന്ദരകാന്ഡം 5-ാമത്തെ കാണ്ഡം, അതിൽ 68 സർഗങ്ങൾ. അതിൽ ആദ്യത്തെ സർഗം ഇന്നലെ തുടങ്ങി വെച്ചു. എല്ലാ സർഗങ്ങളിലും കൂടെ 2885 ശ്ലോകങ്ങളാണ്. പ്രധാനമായും അനുഷ്ടുപ് വൃത്തത്തിൽ തന്നെയാണ് രാമായണം. മിക്കവാറും എല്ലാ കാണ്ഡത്തിലും പ്രധാന വൃത്തം അനുഷ്ടുപ് വൃത്തമാണ്. ഓരോ സർഗത്തിൻ്റെയും അവസാന ശ്ലോകങ്ങൾ മാത്രം, അവസാന ശ്ലോകങ്ങളോ വളരെ ശ്രദ്ധയർഹിക്കേണ്ടതായിട്ട് ചില ശ്ലോകങ്ങളോ തൃഷ്ടുപ്പ് എന്ന് പറയുന്നതായിട്ടുള്ള വൃത്തത്തിലേക്ക് മാറ്റം വരും. അതൊരു കാവ്യത്തിൻ്റെ ലക്ഷണമാണ്, മഹാകാവ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കാളിദാസ കാവ്യങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. പ്രധാന ഭാഗം അനുഷ്ടുപ് വൃത്തത്തിൽ പറഞ്ഞ് അവസാനത്തെ ശ്ലോകങ്ങൾ തൃഷ്ടുപ് വൃത്തത്തിലേക്കാക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ഓരോ സർഗങ്ങളും ഓരോ അധ്യായങ്ങളും സമാപിപ്പിക്കും. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ 21 ശ്ലോകങ്ങൾ കണ്ടു.
ഒന്ന് വേഗം ഒന്ന് വായിച്ചു പോകാം. അത് എല്ലാവർക്കും എങ്ങനെയാണ് വാൽമീകി രാമായണം സംസ്കൃതം മൂലം വായിക്കേണ്ടത് എന്ന് പലരും സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അതിലേക്കൊരു ക്ലാരിഫിക്കേഷനായിട്ട് നമ്മൾ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാവും, തൃപ്തിയാവും, അതുപോലെ പിന്തുടരാവുന്നതാണ്. അപ്പോൾ ഇന്നലെ എടുത്ത ഭാഗവും ഇന്നേക്കൊരു കുറച്ച് ഭാഗങ്ങളും പാരായണം ചെയ്യാം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. അഥ ശ്രീമദ് വാൽമീകീയേ രാമായണേ സുന്ദരകാണ്ഡേ പ്രഥമഃ സർഗഃ. ഹനുമതഃ സമുദ്രതരണം. ഹനുമാൻ സ്വാമിയുടെ സമുദ്രതരണം, ആ ഭാഗമാണ് ഈ പ്രഥമ സർഗത്തിലെ വിഷയം. 228 ശ്ലോകങ്ങളാണ് പ്രഥമ സർഗത്തിൽ. അത് മുഴുവനൊന്നും ഇപ്പോൾ വായിക്കുന്നില്ല. കുറച്ച് ഭാഗം, ഒരു 40 ശ്ലോകം വരെ വായിക്കാം. ഓം തതോ രാവണനീതായാഃ സീതായാഃ ശത്രുകർശനഃ യേഷ പദമന്വേഷ്ടും ചാരണാചരിതേ പഥി ദുഷ്കരം നിഷ്പ്രതിദ്വന്ദ്വം ചികീർഷൻ കർമ്മവാനരഃ സമുദ്രശിരോ ഗ്രീവോ ഗവാം പതിരിവാബഭൗ അദവൈഡൂര്യവർണ്ണേഷു ശാദ്വലേഷു മഹാബലഃ ധീരഃ സലിലകൽപേഷു വിചചാര യഥാ സുഖം ദ്വിജാൻ വിത്രാസയൻ ധീമാൻ ഉരസാ പാദപാൻ ഹരൻ മൃഗാംശ്ച സുബഹൂൻ വിഘ്നൻ പ്രവൃദ്ധൈവ കേസരീ നീലലോഹിതമാഞ്ജിഷ്ടപദ്മവർണ്ണൈഃ സിതാസിതൈഃ സ്വഭാവവിഹിതൈശ്ചിത്രൈഃ ധാതുഭിः സമലംകൃതം കാമരൂപിഭിരാവിഷ്ടം അഭീക്ഷ്ണം സപരിച്ഛദൈഃ യക്ഷകിന്നരഗന്ധർവൈർദേവകൽപൈശ്ച പന്നഗൈഃ സേവ്യമാനേ ഗിരിശ്രേഷ്ഠേ ബഹുനാഗവരായുതേ തിഷ്ഠൻ കപിവരസ്തത്ര ഹൃദേ നാഗൈവാബഭൗ സസൂര്യായ മഹേന്ദ്രായ പവനായ സ്വയംഭുവേ ബോധേഭ്യശ്ചാഞ്ജലിം കൃത്വാ ചകാര ഗമനേ ഗതിം അഞ്ജലിം പ്രാങ്മുഖകുർവൻ പവനായാത്മയോനയേ മനസാ വന്ദ്യ രാമായ ലക്ഷ്മണായ മഹാഹരിഃ സരിതസാഗരാംശ്ചാപി പ്രണമ്യ ശിരസാ ഹരിഃ ജ്ഞാതീംസ്താൻ സംപരിഷ്വജ്യ കൃത്വാ ചാപി പ്രദക്ഷിണം അധിഷ്ഠൻ മാർഗമാവൃത്യ പുണ്യം വായുനിഷേവിതം പുനരാഗമനായേതി വാനരൈരഭിപൂജിതഃ ഇഹൈവ തിഷ്ഠതേത്യുക്ത്വാ പ്രദക്ഷിണമദാകരോത് തതോ ഹി വവൃധേ ഗന്തും ദക്ഷിണോ ദക്ഷിണാം ദിശം പ്ലവംഗപ്രവരൈർദൃഷ്ടഃ പ്ലവനീകൃതനിശ്ചയഃ വവൃധേ രാമവൃദ്ധ്യർത്ഥം സമുദ്രൈവ പർവസു നിഷ്പ്രമാണശരീരസ്സൻ ലിലങ്കൈഷുരർണവം പ്രഗൃഹ്യ ബലവാൻ ബാഹു ലങ്കാം അഭിമുഖസ്ഥിതഃ ബാഹുഭ്യാം പീഡയാമാസ ചരണാഭ്യാം ച പർവതം സ ചചാലചലശ്ചാപി മുഹൂർത്തം കപിപീഡിതഃ തരൂണാം പുഷ്പിതാഗ്രാണാം സർവം പുഷ്പമശാതയത് തേന പാദപമുക്തേന പുഷ്പൗഘേണ സുഗന്ധിന സർവതഃ സംവൃതഃ ശൈലോ ബഭൗ പുഷ്പമയോ യഥാ പീഡ്യമാനസ്തു ബലിനാ മഹേന്ദ്രസ്തേന പർവതഃ സലിലം സംപ്രസുസ്രാവ മദമത്ത ഇവ ദ്വിപഃ തേന ചോക്തമവീര്യേണ പീഡ്യമാനസ്സ പർവതഃ രീതീർനിർവർത്തയാമാസ കാഞ്ചനാഞ്ജനരാജദീഃ മുമോച ച ശിലാശൈലോ വിശാലാ സമനഃശിലാഃ മധ്യമേനാർച്ചിഷാ ജുഷ്ടോ ധൂമരാജീരിവാനലഃ ഹരിണാ പീഡ്യമാനേന പീഡ്യമാനാനി സർവശഃ ഗുഹാവിഷ്ടാനി ഭൂതാനി വിനേതുർവികൃതൈസ്വരൈഃ
സമഃ സത്വസന്നാദഃ ശൈലപീഡാനിമിത്തജഃ പൃഥിവീം പൂരയാമാസ ദിശശ്ചോപവനാനി ച. ഇന്നലെ ഇതുവരെയാണ് പറഞ്ഞത്. തുടർന്ന് ശിരോഭിഃ പൃഥിഭിഃ സർപ്പാ വ്യക്തസ്വസ്തികലക്ഷണൈഃ വമന്തഃ പാവകം ഘോരം ദദംസുർദശനൈഃ ശിലാഃ താസ്തദാ സവിഷൈർദഷ്ടാഃ കുപിതൈസ്തൈർമഹാശിലാഃ ജജ്ജ്വലുഃ പാവകോ ദീപ്താ ബിബിദുശ്ച സഹസ്രധാ യാനി ചൗഷധജാലാനി തസ്മിൻ ജാതാനി പർവതേ വിഷഗ്നാന്യപി നാഗാനാം നശേകുഃ ശമിതും വിഷം അപരേ തു മഹാകായ വമന്തോഗ്നിം സ്വതേജസാ കന്ദരേഭ്യോ വിനിഷ്പേദുഃ കപിപാദനിപീഡിതാഃ ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഃ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുത്പലഗന്ധിനഃ ഗൈരികാഞ്ജനസഞ്ജുഷ്ടാ ഹരിതാലസമാവൃതാഃ വ്യദീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താഃ സമനഃശിലാഃ സചന്ദനാരുണസ്താമ്രഃ ചിത്രഃ കാനനധാതുഭിഃ ക്ഷിപ്തഃ ശിഖിനിഭൈർദീപൈഃ ദീപ്തഗൈരികധാതുഭിഃ വിദ്യതേയം ഗിരിർഭൂതൈഃ ഇതി മത്വാ തപസ്വിനഃ ത്രസ്താ വിദ്യാധരാസ്തസ്മാദ് ഉത്പേദുഃ സ്ത്രീഗണൈഃ സഹ പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി ഗഡ്ഗാംശ്ച കനകൽസരൂൻ കൃതകണ്ഡഗുണാക്ഷീബാ രക്തമാല്യാനുലേപനാഃ രക്താക്ഷാ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിതേ ഹാരനൂപുരകേയൂരപാരിഹാര്യധരാ സ്ത്രിയഃ വിസ്മിതാ സസ്മിതാസ്തസ്തുഃ ആകാശേ രമണൈഃ സഹ ദർശയന്തോ മഹാവിദ്യാം വിദ്യാധരമഹർഷയഃ സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം ശുശ്രുവുശ്ച തഥാ ശബ്ദം ഋഷീണാം ഭാവിതാത്മനാം ചാരണാനാം ച സിദ്ധാനാം സ്ഥിതാനാം വിമലേംബരേ ഏഷ പർവതസംഗാശോ ഹനുമാൻ മാരുതാത്മജഃ തിതീർഷ്യതി മഹാവേഗഃ സമുദ്രം മകരാലയം രാമാർത്തം വാനരാർത്തം ച ചികീർഷ്യൻ കർമ്മ ദുഷ്കരം സമുദ്രസ്യ പരം പാരം ദുഷ്പ്രാപം പ്രാപ്തുമിച്ഛതി ഇതി വിദ്യാധരാ ശ്രുത്വാ വചസ്തേഷാം തപസ്വിനാം തമപ്രമേയം ദദൃശുഃ പർവതേ വാനരർഷഭം ദുദുവേ ച സരോമാണി ചകമ്പേ ചാചലോപമഃ നനാദ സുമഹാനാദം സുമഹാനിവതോ യദഃ ആനുപൂർവേണ വൃത്തം ച ലാംഗൂലം ലോമഭിശ്ചിതം ഉത്പദിശ്യൻ വിചിക്ഷേപ പക്ഷിരാജൈവോരഗം തസ്യ ലാംഗൂലമാവിദ്ധം അതിവേഗസ്യ പൃഷ്ഠതഃ ദദൃശേ ഗരുഡേനേവ ഹ്രിയമാണോ മഹോരഗഃ ബാഹു സംസ്തംഭയാമാസ മഹാപരിഗസന്നിഭൗ സസാദ ച കഭിഃ കട്യാം ചരണൗ സഞ്ചുകോച ച സംഹൃത്യ ച ഭുജൗ ശ്രീമാൻ തദൈവ ച ശിരോധരാം തേജസ്സത്വം തദാ വീര്യം ആവിവേശ സവീര്യവാൻ മാർഗമാലോകയൻ ദൂരാത് ഊർധ്വം പ്രണിഹിതേക്ഷണഃ രുരോധ ഹൃദയേ പ്രാണാൻ ആകാശമവലോകയൻ പദ്ഭ്യാം ദൃഢമവസ്ഥാനം കൃത്വാ സ കപികുഞ്ചരഃ നികുഞ്ജ്യ കർണൗ ഹനുമാൻ ഉൽപ്പദിഷ്യൻ മഹാബലഃ വാനരാൻ വാനരശ്രേഷ്ഠഃ ഇദം വചനമബ്രവീത് യദാ രാഘവ നിർമുക്തഃ ശരഃ ശ്വസന വിക്രമഃ ഗച്ഛേത് തദ്വദ് ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം നഹി ദ്രക്ഷ്യാമി യദി താം ലങ്കായാം ജനകാത്മജാം അനേനൈവ ഹി വേഗേന ഗമിഷ്യാമി സുരാലയം യദി വാ ത്രിദിവേ സീതാം ന ദ്രക്ഷ്യാമ്യകൃതശ്രമഃ ബദ്ധ്വാ രാക്ഷസരാജാനം ആനയിഷ്യാമി രാവണം
സർവദാ കൃതകാര്യോഹം ഏഷ്യാമി സഹ സീതയാ ആനയിഷ്യാമി വാം ലങ്കാം സമുൽപാട്യസ്സ രാവണാം ഏവമുക്ത്വാ തു ഹനുമാൻ വാനരാൻ വാനരോത്തമഃ ഉൽപപാദാദ വേഗേന വേഗവാൻ അവിചാരയൻ സുപർണമിവ ചാത്മാനം മേനേ സ കപികുഞ്ചര. 50-ാം ശ്ലോകം വരെ വായിച്ചു. നാരായണ. ഹരി ഓം. നാരായണ. ഇന്നലെ കണ്ട ഭാഗം മുഴുവൻ ആഞ്ജനേയസ്വാമി ജാംബവാന്റെ വാക്കുകളാൽ വിജൃംഭിത വീര്യനായി തൻ്റെ ശക്തിയെ മുഴുവൻ ആവഹിച്ചുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചവിട്ടിക്കേറുകയാണ്, മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലോട്ട്. ആദ്യം ഒരു കൂറ്റൻ കാളയെപ്പോലെ എന്ന് വർണ്ണിച്ചു, അത് കഴിഞ്ഞ് ഒരു സിംഹത്തെ പോലെ എന്ന് ഉപമിച്ചു, അത് കഴിഞ്ഞ് മതയാനയെ പോലെ എന്ന് പറഞ്ഞു വാത്മീകി. അങ്ങനെ ആഞ്ജനേയസ്വാമി വളർന്ന് വളർന്ന് ആ പർവ്വതത്തിൻ്റെ, മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കുതിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളുടെ ശക്തി താങ്ങാൻ വയ്യാതെ പർവ്വതത്തിൻ്റെ ഉള്ളിലുള്ള ഗുഹകളൊക്കെ ചതഞ്ഞരയുകയും അചലമായ പർവ്വതം പോലും ചഞ്ചലമാവുകയും ചെയ്തു. വൃക്ഷങ്ങളെയൊക്കെ അദ്ദേഹം തൻ്റെ മാറുകൊണ്ട് തകർത്ത് മാറ്റിക്കൊണ്ട് അനേക ജന്തുജാലങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ അദ്ദേഹത്തിൻ്റെ വലിയ കാലടികളിൽപ്പെട്ട് ഞെരിയുകയും, അതുപോലെ മാളങ്ങളിലും മറ്റുമുള്ള ഉരകങ്ങളും മറ്റുമൊക്കെ അതിൻ്റെ പ്രാണൻ പോകുന്ന മാതിരി ആവുകയും പല ജന്തുക്കളുടെയും പലതരത്തിലുള്ളതായിട്ടുള്ള വികൃതങ്ങളായ ശബ്ദങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത്. വളരെയധികം ഡീറ്റെയിൽ ആയിട്ടാണ് വർണ്ണിക്കുന്നത്. അത് അതിൻ്റെ ഒരു ചുരുക്കമാണ് ഞാനിവിടെ പറഞ്ഞത്. ഹരിണാ പീഡ്യമാനേന പീഡ്യമാനാനി സർവശഃ ഗുഹാവിഷ്ടാനി ഭൂതാനി വിനേതുർ വികൃതൈഹി സ്വരൈഹി. വികൃതങ്ങളായ സ്വരങ്ങളെ കൊണ്ട് പീഡ്യമാനങ്ങളായ ഭൂതങ്ങൾ, ജീവജാലങ്ങൾ വികൃതങ്ങളായ സ്വരങ്ങളെ കൊണ്ട് ശബ്ദിച്ചു. വിനേതുഹു, നാദം ചെയ്തു. ആ മഹാസത്വസന്നാദം ശൈലാപീഠ നിമിത്തജഃ, പർവ്വതത്തിൽ പീഡിപ്പിക്കപ്പെട്ടതായിട്ടുള്ള കല്ലുകളുടെ പാറകളുടെയൊക്കെ ഇടയിൽപ്പെട്ട് ചതഞ്ഞരയുന്നതായിട്ടുള്ള ജന്തുക്കളുടെ ആ നാദം പൃഥ്വിയും പൂരയാമാസ ദിശശ്ച ഉപവനാനിച്ച്, ഭൂമിയെ മുഴുവനും മറ്റ് ദിക്കുകളെയും ഉപവനങ്ങളിലുമെല്ലാം പൂരണം ചെയ്യപ്പെട്ടു, അഥവാ മാറ്റൊലിക്കൊണ്ടു. എല്ലാറ്റിൻ്റെയും കലപില ശബ്ദം, ബഹളങ്ങൾ, വികൃതങ്ങളായ നിലവിളികൾ എല്ലാം ഭയത്തോടുകൂടിയുള്ള നിലവിളികളായിരുന്നു. അങ്ങനെയുള്ള ജന്തുക്കളുടെ നാദങ്ങളെല്ലാം അവിടെ കേട്ടു. അവിടെ വരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. തുടരാം. ശിരോഭിഃ പൃഥുഭിഃ സർപ്പാഃ വ്യക്തസ്വസ്തികലക്ഷണൈഃ വമന്തഃ പാവകം ഘോരം ദദംസുർ ദശനൈഃ ശിലാഃ. മാളങ്ങളിലൊക്കെ സർപ്പങ്ങളുണ്ടാവും. നല്ല മൂർഖൻ പാമ്പുകൾ, കരിമൂർഖന്മാർ, രാജവെമ്പാലകൾ ഒക്കെ. അങ്ങനെയുള്ള സർപ്പാഹ, ആ സർപ്പങ്ങൾ വ്യക്തസ്വസ്തികലക്ഷണൈഹി പൃഥുഭിഹി ശിരോഭിഹി, വ്യക്തമായ സ്വസ്തിക ലക്ഷണം, പാമ്പിന്റെ മുകളിൽ ആ ഭണത്തിന്റെ മുകളിൽ ഉണ്ടാവുന്ന ആ ഒരു അടയാളത്തെയാണ് ഇവിടെ സ്വസ്തിക ലക്ഷണം എന്ന് രാമായണത്തിൽ പറയുന്നത്. സ്വസ്തികയോട്, നമ്മൾ വരയ്ക്കുന്ന സ്വസ്തികയോട് സാമ്യമുള്ളതായിട്ടുള്ള മറ്റൊരു ലക്ഷണം സംസ്കൃതത്തിലെ സ്വസ്തിക ഇതാണ്. മറ്റേ സ്വസ്തിക ഒരു സിമ്പൽ മാത്രമാണ് നമ്മൾ വരയ്ക്കുന്നത്, ഒരു ക്രോസ് ആയിട്ട് പ്ലസ് എഴുതിയിട്ട് അതിന് വാലുകൾ വയ്ക്കുന്നത്. അതൊരു ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൽ നിന്ന് വന്നതായിട്ടാണ് ആ ഒരു സ്വസ്തിക ചിഹ്നം അറിയുന്നത്. അത് സംസ്കൃതത്തിലെ അല്ല. സംസ്കൃതത്തിലെ സ്വസ്തിക സർപ്പത്തിൻ്റെ മുകളിലുള്ള സ്വസ്തികയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു.
വ്യക്തസ്വസ്തിക ലക്ഷണൈഹി, തിളങ്ങിക്കാണുന്ന സ്വസ്തികയാകുന്ന ലക്ഷണമുള്ള ഒരു കുറി ഇട്ടിരിക്കുകയാണ് അല്ലേ, പാമ്പിൻ്റെ തലയിലിട്ട കുറി. അങ്ങനെയുള്ള പൃഥുഭിഹി ശിരോഭിഹി, വലിയ 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 പാമ്പുകളാണ്. അപ്പൊ അതിൻ്റെ വലിയ ശിരസ്സുകളെ കൊണ്ട് ഘോരം പാവകം വമന്തഹ, ഭയങ്കരമായ വിഷത്തോടു കൂടിയതായിട്ടുള്ള അഗ്നിജ്വാലകയെ, അതാണ് പാവകൻ. പാവകൻ എന്നാൽ അഗ്നിയാണ്. അപ്പൊ അതിൻ്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഒക്കെ എന്ത് വരുന്നുണ്ട്? അഗ്നിജ്വാലകൾ വമിക്കുന്നുണ്ട്. പാവകം വമന്തഹ. എന്നിട്ടോ ദശനൈഹി ശിലാദംശുഹു, അവരുടെ കോപം, അവരുടെ ദേഷ്യം, അവരുടെ പീഡ, അത് കാരണമായിട്ട് ആരെങ്കിലും കടിക്കണം അവർക്ക്. ആ ദേഷ്യത്തോടുകൂടി അവർ ദശനൈഹി, പല്ലുകളെ കൊണ്ട് ശിലാഹാദംശുഹു, വലിയ വലിയ പാറക്കല്ലുകളെയൊക്കെ കടിച്ചു എന്നാണ്. സർപ്പങ്ങളും ആളങ്ങളിൽ നിന്ന് തല പുറത്തേക്കിട്ടിട്ട് അവ ചതഞ്ഞറിയുന്നതിൻ്റെ വെപ്രാളത്തിൽ തല വലുതാക്കിക്കൊണ്ട് ഭണം വിടർത്തിക്കൊണ്ട് വിഷജ്വാലകൾ, അഗ്നിജ്വാലകൾ പോലെ വമിച്ചുകൊണ്ട് ശിലകളെ കടിച്ചു, ദംശിച്ചു. ശിലാഹാദംശുഹു എന്ന് പറയുകയാണ്. താസ്തദാ സവിഷൈർദഷ്ടാഃ കുപിതൈസ്തൈർമഹാശിലാഃ ജജ്വലുഃ പാവകോദ്ദീപ്താഃ ബിബിദുശ്ച സഹസ്രധാ. ആ സർപ്പങ്ങളുടെ ആ ദംശനത്തിന്റെ ശക്തിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു. കുപിതൈഹി സവിഷൈഹി തൈഹി ദഷ്ടാഃ മഹാശിലാഃ. കുപിതന്മാരായ ആ വിഷത്തോടു കൂടിയവരായ സർപ്പങ്ങളാൽ ദംശിക്കപ്പെട്ടതായിട്ടുള്ള മഹാശിലാഹ, ആ വലിയ വലിയ പർവ്വതങ്ങൾ അല്ലെങ്കിൽ പാറകൾ. പാവകോദ്ദീപ്താഹ, ഇവരുടെ വിഷം കൊണ്ടും അവരുടെ ശ്വാസവായു കൊണ്ടും പാവക ഉദ്ദീപ്താഹ, അതും പാറകൾ പോലും അഗ്നിജ്വാലകൾ പോലെ പ്രകാശിച്ചുകൊണ്ട് ജജ്വലുഹു, ജ്വലിച്ചു എന്നാണ്. അപ്പൊ കരിമ്പാറകൾ പോലും സർപ്പങ്ങളുടെ വിഷങ്ങളെ കൊണ്ട് തീ പിടിച്ചതുപോലെ ഇങ്ങനെ തീ പിടിച്ച കല്ലുകളായി തീർന്നു. മാത്രമല്ല തഥാ സഹസ്രദാതാഹ ബിബിദുഹു, ആ പാറക്കല്ലുകളൊക്കെ ഇവരുടെ കടിയേറ്റിട്ട് സഹസ്രത, അനേക കഷ്ണങ്ങളായിട്ട്, നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പൊടികളായിട്ട് ബിബിദുഹു, തകർന്നു വീണു, ഭേദിച്ചു വീണു എന്നർത്ഥം. അപ്പൊ അത്രയും വലിയ വലിയ സർപ്പങ്ങളൊക്കെ മാളങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. വ്യാളങ്ങൾ എന്ന് പറയില്ലേ, വലിയ വലിയ വ്യാളികൾ. ആ വ്യാളങ്ങളൊക്കെ അതിനകത്ത് മാളങ്ങളിൽ ഉണ്ടായിരുന്നതൊക്കെ നിവൃത്തിയില്ലാതെ പുറത്തേക്ക് വന്നു. പുകച്ചു പുറത്ത് ചാടിക്കും പോലെ ആഞ്ജനേയസ്വാമിയുടെ ആ കാലിൻ്റെ പ്രഷർ കൊണ്ട് ഗുഹകളും മാളങ്ങളും ഒക്കെ ഞെരിഞ്ഞമർന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണനും കൊണ്ട് പുറത്തേക്ക് ചാടുന്ന ഈ സർപ്പങ്ങൾ, അതിൻ്റെ പകുതി ഉടലും മാളത്തിൻ്റെ അകത്ത് ചതഞ്ഞറിയുണ്ടാവും. തല മാത്രം പുറത്തേക്കിട്ടുകൊണ്ട് അതിനാവുന്ന പണി അത് ചെയ്തു. പാറകളെ ദേഷ്യത്തോടുകൂടി ദംശിച്ചു. അവയുടെ വിഷജ്വാല കൊണ്ട് പാറകൾ പോലും അഗ്നിജ്വാലകളെ പോലെ കത്തി, മാത്രമല്ല തകർന്ന് പൊടിഞ്ഞു വീഴുന്നു. യാനി ചൗഷധജാലാനി തസ്മിൻ ജാതാനി പർവതേ വിഷഗ്നാന്യപി നാഗാനാം നശേകുഹു സമിതും വിഷം. ആ പർവ്വതത്തിലൊക്കെ ധാരാളം ഔഷധജാലങ്ങളുണ്ട്. തസ്മിൻ പർവ്വതേ ജാതാനി ഔഷധജാലാനി യാനി ച വിഷഗ്നാനി അപി. ആ പർവ്വതത്തിൽ ധാരാളം ഔഷധജാലങ്ങൾ. ഏതൊക്കെ? വിഷഗ്നാനി, വിഷത്തെ ഹനിക്കാൻ ശക്തിയുള്ളവയാണ്. എന്നിട്ടും ഈ നാഗാനാം വിഷം ശമിതും ന ശേകുഹു, നാഗങ്ങളുടെ ഈ വിഷത്തെ ശമിപ്പിക്കുവാൻ അവർക്കൊന്നും ശക്തിയുണ്ടായില്ല. എന്താ കാരണം? അത്രയും തീവ്രമായിട്ടുള്ള, തീക്ഷ്ണമായിട്ടുള്ള വിഷങ്ങളെ കൊണ്ടാണ് ഈ സർപ്പങ്ങൾ ദംശിച്ചു കൊണ്ടിരുന്നത്. അത്രയും വലിയ വലിയ സർപ്പങ്ങളും അനേക സർപ്പങ്ങളും. അപ്പം ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും കൂടി വിഷം വമിക്കുമ്പോൾ ഈ ഔഷധജാലങ്ങൾക്കൊന്നും വേണ്ടത്ര ശക്തി പ്രകടിപ്പിക്കാനായില്ല. അതുകൊണ്ട് തന്നെ ശമിച്ചില്ല, വിഷമുള്ളതായി തീർന്നില്ല എന്ന് പറയുകയാണ്. അപരേതു മഹാകായാവമന്തോഗ്നിം സ്വതേജസ കന്ദരേഭ്യോ വിനിഷ്പേദുഹു കപിപാദനിപീഡിതാഃ. അപരേ മഹാകായാഹ, വേറെ ചില വലിയ ശബ്ദങ്ങളോട് കൂടിയതായിട്ടുള്ള, വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള സർപ്പങ്ങളും മറ്റുമൊക്കെ സ്വതേജസ അഗ്നിം വമന്തഹ, അവരുടെ തേജസ് കൊണ്ട് അഗ്നിയെ വമിപ്പിക്കുന്നവരായിക്കൊണ്ട്, വായിൽ നിന്ന് അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് കന്ദരേഭ്യ വിനിഷ്പേദുഹു, കന്ദരങ്ങൾ ഗുഹകൾ.
അപ്പൊ ഗുഹകളിൽ നിന്നൊക്കെ പുറത്തേക്ക് വന്നു, വിനിഷ്പതിച്ചു. അങ്ങനെ പുറത്തേക്ക് വന്നപ്പോഴും അവയെ വെറുതെ വിടപ്പെട്ടില്ല. കപിപാദ നിപീഡിതാഹ, വാനരേന്ദ്രന്റെ ആഞ്ജനേയസ്വാമിയുടെ പാദങ്ങളാൽ മർദ്ദിക്കപ്പെട്ടു, കാലിന്റെ അടിയിൽപ്പെട്ടു. പുറത്തേക്ക് വന്നതും പിന്നെയും ആപത്തിലേക്ക് തന്നെയാണ് വന്നത്. അത്രയും വലുതായിരുന്നു ആഞ്ജനേയസ്വാമിയുടെ കാല് എന്നർത്ഥം. ആ കാലിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ജന്തുക്കൾക്കൊന്നും സാധിച്ചില്ല എന്ന് പറയണം. ഗിരേരാക്രമ്യമാണസ്യ തരവസ്തരുണാങ്കുരാഹ മുമുചുഃ പുഷ്പവർഷാണി വ്യക്തമുൽപ്പലഗന്ധിനഃ. ആക്രമ്യമാണസ്യ ഗിരേഹേ തരുണാങ്കുരാഹ തരവഹ. ഇങ്ങനെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെക്കലാണ്. ആഞ്ജനേയ സ്വാമി കാലെടുത്ത് വെക്കുന്നതായിട്ടുള്ള ആ മലയിലുള്ളതായിട്ടുള്ള തരുണാങ്കുരാഹ തരവഹ, നല്ല ഇളം തളിരുകളോട് കൂടിയതായിട്ടുള്ള മരങ്ങൾ. വ്യക്തം ഉൽപ്പലഗന്ധിനഃ പുഷ്പവർഷാണി മുമുജുഹു, വളരെ സ്പഷ്ടമായിക്കൊണ്ട് ചന്ദനവാസനയോട് കൂടിയിട്ട്. ഉൽപ്പലഗന്ധിനഃ എന്ന് പറഞ്ഞാൽ താമരയുടെ വാസന അല്ലെങ്കിൽ ചന്ദനത്തിന്റെ വാസന, അങ്ങനെയുള്ള വാസനയോട് കൂടിയിട്ട്. പുഷ്പവർഷാണി മുമുച്ചു, പുഷ്പവർഷങ്ങളെ മോചിപ്പിച്ചു. അപ്പോൾ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും പുഷ്പവൃഷ്ടി, ആഞ്ജനേയസ്വാമിയുടെ വിജയം ആശംസിക്കും പോലെ. ഗൈരികാഞ്ജന സഞ്ജുഷ്ടാഃ ഹരിതാല സമാവൃതാഃ വ്യദീര്യന്ത ഗിരേസ്തസ്യ ശിലാസ്താഃ സമനഃശിലാഃ. തസ്യ ഗിരേഹേ ഗൈരികാഞ്ജന സഞ്ജുഷ്ടാഃ ഹരിതാല സമാവൃതാഃ സമനഃശിലാഃ താ ശിലാഃ വ്യദീര്യന്ത. ആ ശിലകളൊക്കെ പൊട്ടിത്തകരുകയാണ്. ഇവിടെ സമനഃശിലാഃ എന്ന് പറഞ്ഞാൽ മനയോലകളോടുകൂടിയ ശിലകൾ. അതെങ്ങനെയൊക്കെ ആയിട്ട് ആ പർവ്വതത്തിന്റെ ഗൈരികാഞ്ജന സഞ്ജുഷ്ടാഹ, ഗൈരികം അഞ്ജനം മുതലായത് ചേർന്നത്. ഗൈരികം എന്ന് പറഞ്ഞാൽ ചുവന്ന കാവി മണ്ണിനെയാണ് ഗൈരികം എന്ന് പറയുക. അഞ്ജനം എന്നാൽ കറുത്തത്, കറുത്ത അഞ്ജനം. അപ്പൊ അഞ്ജനവും അപ്പൊ ചുവപ്പും കറുപ്പും കലർന്നതായിട്ടുള്ള. അതുപോലെ ഹരിതാല സമാവൃത, ഹരിതാലം എന്ന് പറഞ്ഞാൽ മഞ്ഞ നിറം പച്ച നിറം ഒക്കെ കലർന്നത്. അങ്ങനെയുള്ള പല വർണ്ണങ്ങളിലുള്ളതായിട്ടുള്ള മനയോലകളോടുകൂടി. സമനഃശിലാഹ താ ശിലാഹ വ്യദീര്യന്ത, ആ പാറകളൊക്കെ പൊട്ടിച്ചിതറി എന്നർത്ഥം. ആഞ്ജനേയസ്വാമിയുടെ കാൽവെപ്പുകളെ താങ്ങാൻ ശക്തിയുണ്ടായില്ല ആ പാറകൾക്കൊന്നും. സചന്ദനാരുണസ്താമ്രഃ ചിത്രഃ കനക കാനനധാതുഭിഃ ക്ഷിപ്തശിഖിനിഭൈർദീപ്തൈഃ ദീപൈഃ ദീപ്തഗൈരികധാതുഭിഃ. ചന്ദനാരുണഃ താമ്രഃ കാനനധാതുഭിഃ ചിത്രഃ സഹ. ഇവിടെ പർവ്വതത്തെ കുറിച്ച് പറയണം. ചന്ദന അരുണം, രക്തചന്ദനത്തോടു കൂടിയതായിട്ടുള്ള ചുവപ്പോട് കൂടിയതും താമ്രം ചെമ്പ് വർണ്ണമുള്ളതും അങ്ങനെയുള്ള കാനനധാതുഭിഹി, കാനനധാതുക്കളെ കൊണ്ട് ചിത്രഃ ചിത്രവർണ്ണത്തോടു കൂടിയതായിട്ടുള്ള സഹ ആ പർവ്വത ദീപ്തഗൈരികധാതുഭിഹി, ദീപിക്കുന്ന പ്രകാശിക്കുന്നതായിട്ടുള്ള കാവി വർണ്ണത്തിലുള്ളതായിട്ടുള്ള ധാതുക്കളെ കൊണ്ടും ശിഖിനിഭൈഹി ദീപൈഹി ക്ഷിപ്തഃ. ശിഖിനിഭം എന്ന് പറഞ്ഞാൽ അഗ്നിജ്വാല പോലെയുള്ളത്, അഗ്നിക്ക് സമാനം. ശിഖി അഗ്നിയാണ്, നിഭം അതുപോലെ ഉള്ളതായിട്ടുള്ള ദീപൈഹി പ്രകാശങ്ങളോടുകൂടെ ക്ഷിപ്തഃ എറിയപ്പെട്ടു. ആഞ്ജനേയസ്വാമിയുടെ കാൽവെപ്പുകളിൽ ഒക്കെ ചെതറിത്തെറിക്കുകയാണ് പല ഭാഗത്തേക്ക്, അഗ്നിജ്വാലകൾ തെറിക്കുന്നത് പോലെ. ഈ പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള പാറകളും കല്ലുകളുമാണ് തെറിച്ചു പോകുന്നത്. അതൊക്കെ വിവിധ വർണ്ണത്തിൽ ജ്വലിച്ചുകൊണ്ട് അതിൻ്റെ ആ ധാതുക്കളുടെ നിറങ്ങളാണ് ഓരോന്നും വൈവിധ്യം കാണിക്കുന്നത്. അങ്ങനെയുള്ള വിവിധ വർണ്ണങ്ങളിൽ എന്താ പറയുക, നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് വർണ്ണപ്പടക്കങ്ങൾ പൊട്ടുന്നത് പോലെയൊക്കെ കാണാം അല്ലേ? നെന്മാറ വേലയ്ക്കും തൃശ്ശൂർ പൂരത്തിനൊക്കെ വെടിക്കെട്ട് നടത്തുമ്പോൾ പല വർണ്ണത്തിലുള്ളതായിട്ടുള്ള അമിട്ടുകൾ പൊട്ടുന്നത് പോലെ ഇവിടെ ഈ പർവ്വതത്തിൽ നിന്ന് ആഞ്ജനേയസ്വാമി കാലെടുത്ത് വെക്കുമ്പോൾ വിവിധ വർണ്ണങ്ങളിൽ പുറത്തേക്ക് പാറകൾ തെറിച്ചു വീഴുകയാണ്. അത് അഗ്നിജ്വാലകൾ വീഴുന്നത് പോലെ. വിദ്യതേയം ഗിരിർഭൂതൈഃ ഇതി മത്വാ തപസ്വിനഃ ത്രസ്താ വിദ്യാധരാസ്തസ്മാത് ഉൽപേതുഃ സ്ത്രീഗണൈഃ സഹ പാനഭൂമിഗതം ഹിത്വാ ഹൈമമാസവഭാജനം പാത്രാണി ച മഹാർഹാണി കരകാംശ്ച ഹിരണ്മയാൻ
ലേഹ്യാനുച്ചാവചാൻ ഭക്ഷ്യാൻ മാംസാനി വിവിധാനി ച ആർഷഭാണി ച ചർമാണി ഖഡ്ഗാംശ കനകൽസരൂൻ. അപ്പോ ഇതില് പലരും വന്ന് താമസിക്കുന്നുണ്ട് ഈ പർവ്വതത്തില്. തപസ്വികളായിട്ടുള്ള ആളുകളുണ്ട്, ഗന്ധർവന്മാര്, കിന്നരന്മാര്, വിദ്യാധരന്മാര് മുതലായവരൊക്കെ വന്ന് അവരുടേതായിട്ടുള്ള ക്രീഡകളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. മദ്യപാനാദികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വിദ്യാധരന്മാരും കിന്നരന്മാരുമൊക്കെ അവരൊക്കെ പേടിച്ച് വിറച്ച് അസ്വസ്ഥരായി അവരുടെ അവസ്ഥയെക്കുറിച്ച് പറയണം. അവര് സ്വയം വിചാരിക്കുകയാണ്, ഈ പർവ്വതത്തില് ഈ ഇടിമുഴക്കം പോലെയുള്ളതായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് അയം ഗിരിഹി ഭൂതൈഹി ഭിദ്യതേ. അവർ ഗുഹയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലോ ആയിരിക്കും, നേരിട്ട് കാണുന്നില്ല എന്താ സംഭവിക്കണത് എന്ന്. അപ്പൊ അവർ വിചാരിക്കണം, ഈ പർവ്വതം ഭൂതൈഹി ഭിദ്യതേ, ഏതോ ജന്തുക്കളാൽ തകർക്കപ്പെടുന്നു, ഏതോ ഭൂതങ്ങൾ ഇതിനെ പിളർക്കുന്നു. ഇതിമത്വ, ഇങ്ങനെ വിചാരിച്ച തപസ്വിനഃ, ആ തപസ്വികളും അതുപോലെ പാനഭൂമിഗതം ഹൈമം ആസവഭാജനം മഹാർഹാണി പാത്രാണി ച ഹിരൺമയാൻ കനകാൻ ഉച്ചാവചാൻ ലേഹ്യാൻ ഭക്ഷ്യാൻ വിവിധാനി മാംസാനി ആർഷഭാണി ചർമാണി ച കനകൽസരൂൻ ഖഡ്ഗാൻ ച ഹിത്വാ സ്ത്രീഗണൈ സഹ ത്രസ്താഹ വിദ്യാധരാഹ ച തസ്മാത് ഉൽപേതുഹു. അപ്പൊ ആ താപസന്മാരും അതോടൊപ്പം വിദ്യാധരന്മാരുണ്ട്. ആ വിദ്യാധരന്മാരെയാണ് ഇവിടെ പറയുന്നത്. അവരെന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? പാനഭൂമിഗതം, പാനഭൂമി, മദ്യപാനത്തിനുള്ള എന്താ പറയുക, മഹേന്ദ്ര പർവ്വതത്തില് ഇവർക്ക് വേണ്ട ധാരാളം മദ്യശാലകൾ, ബാറുകളൊക്കെ ഉണ്ട്. അവിടെ വന്നു ചേർന്നിട്ടുള്ള ഹൈമം, സ്വർണമയമായിട്ടുള്ള ആസവഭാജനം, മദ്യപാനം ഒഴിക്കാനുള്ളതായിട്ടുള്ള പാത്രം, മദ്യക്കുടം, അതാണ് ആസവഭാജനം. അതുപോലെ മഹാർഹാണി പാത്രാണി, വില പിടിച്ചതായിട്ടുള്ള പാത്രങ്ങളുണ്ട്. ഹിരൺമയാൻ കരകാൻ, സ്വർണമയങ്ങളായിട്ടുള്ള കിണ്ടികൾ, അതുപോലെയുള്ള കലശങ്ങൾ, അതാണ് കരകം അല്ലെ. തമിഴിൽ കരകാട്ടം എന്ന് പറയും, കലശാട്ടമാണ്, കലശത്തെയാണ് കരകം എന്ന് പറയുക. അപ്പൊ കിണ്ടികളും മൊന്തകളും ഒക്കെയാണ് കരകം എന്ന പേരിൽ സംസ്കൃതം പറയുന്നത്. ഹിരൺമയാൻ കരകാൻച, കൂജകളും കിണ്ടികളുമൊക്കെ. ഉച്ചാവചാൻ ലേഹ്യാൻ, അതിഗംഭീരങ്ങളായിട്ടുള്ള തൊടുകറികൾ, ലേഹ്യങ്ങൾ. മദ്യപാനം ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ തൊട്ട് കൂട്ടണമല്ലോ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷ്യാൻ, ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. വിവിധാനി മാംസാനിച്ച്, വിവിധങ്ങളായ മാംസങ്ങളും. ആർഷഭാണി ചർമാണിച്ച്, ഋഷഭങ്ങളുടെ ചർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കാളയുടെ തോല് കൊണ്ടുള്ളതായിട്ടുള്ള പരിചകൾ, അവരുടെ വസ്ത്രത്തോടു കൂടിയത്. കനകൽ സരൂൺ ഗഡ്ഗാൻച്ച്, കനകങ്ങളെ കൊണ്ട് നിർമ്മിച്ച പിടികളോടുകൂടിയ, സ്വർണ്ണ പിടികളോടുകൂടിയ വാളുകളും. ഹിത്വ, എല്ലാം ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട്. സ്ത്രീഗണൈഹി സഹ ത്രസ്താഹ വിദ്യാധരാഹ, അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ സ്ത്രീകളുണ്ട്, വിദ്യാധര സ്ത്രീകളുണ്ട് കൂടെ. ആ സ്ത്രീകളോടുകൂടി ഭയപ്പെട്ടവരായിട്ട് ആ വിദ്യാധരന്മാര് തസ്മാത് ഉൽപേതുഹു, അവിടുന്ന് മേൽപോട്ടേക്ക് കുതിച്ചു. അവർ ആകാശചാരികളായതുകൊണ്ട് അവർ വേഗം കുതിച്ചു ഉയർന്നു മുകളിലോട്ട്, രക്ഷപ്പെടണം. ഇവിടെ എന്താ സംഭവിക്കണത്, എന്താ ഭൂകമ്പം ഉണ്ടാവുകയാണോ, എന്താ സംഭവിക്കണമെന്ന് അറിയാതെ അവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് മദ്യപാനത്തിൽ മുഴുകിക്കൊണ്ടിരുന്ന വിദ്യാധരന്മാരും ഭാര്യമാരും ഒക്കെ ആയിട്ട് മുകളിലേക്ക് കുതിച്ചു, അവരുടെ ദ്രവ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന് പറയണം. കൃതകണ്ഠഗുണാക്ഷീഭ രക്തമല്യാനുലേപനാഹ രക്താക്ഷ പുഷ്കരാക്ഷാശ്ച ഗഗനം പ്രതിപേദിരേ. ഇപ്പൊ വിദ്യാധരന്മാര് അവരെ തന്നെയാ പറയണത്. അവര് കൃതകണ്ഠഗുണാഹ ക്ഷീഭാഹ. കൃതകണ്ഠഗുണാഹ എന്ന് പറഞ്ഞാൽ കണ്ഠത്തിൽ ഗുണം ധരിച്ചവർ. ഗുണം എന്നാൽ ഇവിടെ കയറ് എന്ന് പറഞ്ഞാൽ മാല എന്ന അർത്ഥത്തില്. കഴുത്തിൽ മാലയണിഞ്ഞവരും. പുഷ്കരാക്ഷാഹ, താമരക്കണ്ണന്മാര് എന്ന് പറഞ്ഞാൽ താമര പോലെ ചുവന്നു ഇവരുടെ കണ്ണുകളൊക്കെ മദ്യപാനം കൊണ്ട്. ക്ഷീബാഹ, ക്ഷീപന്മാരെന്നാൽ മതിമറന്നവർ, മത്തന്മാരായിട്ടുള്ളവർ, മദ്യപാനം കൊണ്ട് മത്തന്മാരായിട്ടുള്ളവർ. രക്തമാല്യാനുലേപനാഹ, ചുവന്നതായിട്ടുള്ള മാലയും സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും ഒക്കെ അണിഞ്ഞവരും. രക്താക്ഷാഹ, ചുവന്ന കണ്ണോടുകൂടിയവരുമായിട്ടുള്ള അവര് ഗഗനം പ്രതിപേദിരേ, ആകാശത്തിലേക്ക് പ്രാപിച്ചു, പ്രതിപതിച്ചു, കുതിച്ചു ചാടി. പ്രാണനും കൊണ്ട് എല്ലാവരും മുകളിലേക്ക് പൊങ്ങി എന്നർത്ഥം. ഇപ്പൊ വിദ്യാധരന്മാരൊക്കെ മദ്യപാനത്തിന്റെ പകുതിയിൽ നിന്ന് എല്ലാം മതിയാക്കി പ്രാണനും കൊണ്ട് മുകളിലേക്ക് കുതിച്ചു. ഹാരനൂപുരകേയൂര പാരിഹാര്യധരാസ്ത്രിയ
വിസ്മിതാ സസ്മിതാ തസ്തു ആകാശേ രമണൈ സഹ. അവരുടെയൊക്കെ സ്ത്രീകൾ ഹാര നൂപുര കേയൂര പാരിഹാര്യതരാഹ സ്ത്രീയ. ഹാരങ്ങൾ, മുത്തുമാലകളും, നൂപുരങ്ങൾ, പാദസരങ്ങളും, കേയൂരം, തോൾവളകളും, പാരിഹാര്യം, കൈവളകളും, അതൊക്കെ ധരാഹ ധരിച്ചവരായിട്ടുള്ള സ്ത്രീയ, ആഭരണങ്ങളൊക്കെ ധരിച്ച സ്ത്രീകൾ, രമണൈഹി സഹ അവരുടെ ഭർത്താക്കന്മാരോടുകൂടെ, അവരെ രമിപ്പിക്കുന്ന കാന്തന്മാരോടുകൂടെ, വിസ്മിതാഹ ആശ്ചര്യത്തോടുകൂടി അവരായിട്ട് എന്താ ഇത് സംഭവിക്കണമെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട്, സസ്മിതാഹ അവര് പുഞ്ചിരിയോടുകൂടിയിട്ട്, ആകാശേ തസ്തുഹു ആകാശത്തിൽ നിന്ന് സ്ഥിതി ചെയ്തു, അവിടുന്ന് നോക്കുകയാണ് എന്താ ഇവിടെ സംഭവിക്കണത് എന്ന്. ആകാശേ തസ്തുഹു ദർശയന്തൗ മഹാവിദ്യാം വിദ്യാധര മഹർഷയ സഹിതാസ്തസ്തുരാകാശേ വീക്ഷാം ചക്രുശ്ച പർവതം. സഹിതാഹ വിദ്യാധര മഹർഷയ, അവിടെ ഒന്നിച്ചു നിൽക്കുന്നവരായ സഹിതന്മാരായ വിദ്യാധരന്മാരും മഹർഷിമാരും അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് മഹാവിദ്യാം ദർശയന്ത ആകാശേ തസ്തുഹു അവര് അവരുടെ സിദ്ധികളെ പ്രകടിപ്പിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാലോ ഇവർക്കൊക്കെ അണിമാതി മഹാസിദ്ധികളുള്ളവരാണ് ഈ വിദ്യാധരന്മാരും മഹർഷിമാരും. അപ്പൊ അവർക്ക് ആകാശത്തിൽ ഗമിക്കാനും ചെറുതാവാനും വലുതാവാനും ഒക്കെയുള്ള ശക്തിയുള്ളവരാണ്. അപ്പൊ അവർ ആകാശ സഞ്ചാരികളായിക്കൊണ്ട് ആകാശേ തസ്തുഹു ആകാശത്തിൽ നിന്നു പർവ്വതം ച വീക്ഷാം ചക്രുഹു താഴെ പർവ്വതത്തിലേക്ക് വീക്ഷയെ ചെയ്തു. എന്താണ് അവിടെ നടക്കുന്നത് എന്നിങ്ങനെ എല്ലാവരും മുകളിൽ നിന്ന് നോക്കി നിൽക്കുകയാണ്. ശുശ്രൂശ്ച തദാ ശബ്ദം ഋഷീണാം ഭാവിതാത്മനാം ചാരണാനാം ച സിദ്ധാനാം സ്ഥിതാനാം വിമലേ അംബരേ. തദാ വിമലേ അംബരേ സ്ഥിതാനാം സിദ്ധാനാം ചാരണാം ച ഭാവിതാത്മനാം ഋഷീണാം ച ശബ്ദം ശുശ്രുവു. അവരുടെയൊക്കെ ശബ്ദം ശ്രവിക്കപ്പെട്ടു. അവരിങ്ങനെയൊക്കെ പറയാണ്, തമ്മിൽ തമ്മിൽ പറയാൻ പോകുന്നു. അതിനെക്കുറിച്ചാണ് പറയണം. അപ്പോൾ ആ നിർമ്മലമായ ആകാശത്തിലെ അമ്പരത്തിൽ സ്ഥിതാനാം സിദ്ധാനാം അവിടെ സ്ഥിതി ചെയ്യുന്ന സിദ്ധന്മാരും ചാരണന്മാരും ഭാവിതാത്മനാം ഋഷീണാം ആത്മഭാവനയോടുകൂടിയ പരമാത്മഭാവനയോടുകൂടിയ ധ്യാനനിരതന്മാരായ ഋഷീശ്വരന്മാരും ഈ പറയുന്ന ശബ്ദം ഈ ശബ്ദങ്ങളെ കേട്ടു. ശബ്ദം ശുശ്രുവുഹു അവർ തമ്മിലോ അല്ലെങ്കിൽ താഴെ ഉള്ള വാനരന്മാർ തമ്മിലോ ഒക്കെ പറയുന്നതായിട്ട് ശബ്ദം കേട്ടു എന്നാണ്. ഏഷ പർവ്വത സംഘാശോ ഹനുമാൻ മാരുതാത്മജഃ തിതീർഷതി മഹാവേഗഃ സമുദ്രം മകരാലയം. മാരുതാത്മജഃ പർവ്വത സംഘാശഃ മഹാവേഗഃ യശഃ ഹനുമാൻ. വായുപുത്രനും പർവ്വതം പോലെ പ്രകാശിക്കുന്നവനും മഹാശക്തിമാനുമായിരിക്കുന്ന മഹാവേഗ എന്ന് പറഞ്ഞാൽ ശക്തിമാനും ആയിട്ടുള്ള യേശഃ ഹനുമാൻ. അതാ ഹനുമാൻ മകരാലയം സമുദ്രം തിതീർഷതി. മകരമത്സ്യങ്ങളുടെ മുതലകളുടെയും വലിയ വലിയ സ്രാവുകളുടെയും ഒക്കെ ആലയമായ ഈ സമുദ്രത്തെ തിതീർഷതി തരണം ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. എന്നതാ മറുകര ചാടാൻ പോവുകയാണ് എന്ന് പരസ്പരം ആളുകൾ പറയുന്നത് കേട്ടു. രാമാർത്തം വാനരാർത്തം ച ചികീർഷൻ കർമ്മ ദുഷ്കരം സമുദ്രസ്യ പരം പാരം ദുഷ്പ്രാപം പ്രാപ്തുമിച്ഛതി. രാമാർത്തം വാനരാർത്തം ച രാമന് വേണ്ടിയും വാനരരാജാവായ സുഗ്രീവന് വേണ്ടിയും എന്നർത്ഥം. അപ്പൊ സുഗ്രീവന് വേണ്ടിയും ദുഷ്കരം കർമ്മ ചികീർഷൻ ക്ലേശകരമായിട്ടുള്ള വലിയ കർമ്മത്തെ ചെയ്യുവാൻ ഇച്ഛിച്ചുകൊണ്ട് ദുഷ്പ്രാപം സമുദ്രസ്യ പരംപാരം പ്രാപ്തുമിച്ഛതി പ്രാപിക്കാൻ പ്രയാസമേറിയതായിട്ടുള്ള സമുദ്രത്തിന്റെ മറുകരയെ പ്രാപിക്കുവാൻ ഇച്ഛിക്കുന്നു ഈ ഹനുമാൻ. അപ്പൊ രാമനും സുഗ്രീവനും വേണ്ടിയിട്ടാണ് ഹനുമാൻ മറുകരയ്ക്ക് പോകാൻ ഇച്ഛിക്കുന്നത് എന്ന് ആളുകൾ പരസ്പരം പറയുകയാണ്. ഇതി വിദ്യാധരാ ശ്രുത്വ വചസ്തേഷാം തപസ്വിനാം തം അപ്രമേയം ദദൃശുഃ പർവ്വതേ വാനരർഷഭം. ഇതി തേഷാം തപസ്വിനാം വചഃ ശ്രുത്വ. അപ്പൊ അവിടെ ഋഷിമാരാണ് ഈ വാക്കുകളൊക്കെ പറഞ്ഞത്. അവരുടെ വാക്കുകളെ കേട്ട് തം അപ്രമേയം വാനരർഷഭം ആ അളവില്ലാത്ത വലിപ്പത്തോടുകൂടിയ പ്രമേയം എന്ന് പറഞ്ഞാൽ അറിവിന് വിഷയം. ഇവിടെ പ്രമേയമല്ല, അപ്രമേയനാണ് ആഞ്ജനേയസ്വാമി. അനന്തമായ ഒരു ശരീരത്തോടു കൂടി നിൽക്കുന്നു. അങ്ങനെയുള്ള വാനരർഷഭനെ പർവ്വതേ വിദ്യാധരാഹ ദദൃശുഃ. ആ വിദ്യാധരന്മാർ ആകാശത്തിൽ നോക്കിയപ്പോൾ
വിദ്യാധരന്മാർ ആ ആഞ്ജനേയ സ്വാമിയെ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ദുദുവേ ച സരോമാണി ചകംബേ ചാചലോപമഃ നനാദ സുമഹാനാദം സുമഹാനിവതോയതഃ. ആഞ്ജനേയസ്വാമി എന്ത് ചെയ്തു? അചലോപമഃ സഹ ചകംബേ. ആഞ്ജനേയസ്വാമി തൻ്റെ അചലോപമൻ പർവ്വത ശരീരനായിട്ടുള്ള അദ്ദേഹം ചകംബെ ഒന്ന് ഇളകി, അങ്ങട് ഒന്ന് കുലുങ്ങി, കമ്പനം ചെയ്തു. സട കൊടയ്യ എന്ന് പറയില്ല, അതുപോലെ ഒന്ന് ശരീരത്തേക്കൊന്നിങ്ങനെ ഇളക്കി. ആ സമയത്ത് രോമാണി ദുദുവേ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രോമങ്ങളൊക്കെ കൊഴിഞ്ഞു വീണു. നമ്മൾ കാണാറില്ലേ, നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ശരീരമൊക്കെ ഒന്ന് കുടഞ്ഞാൽ അവയുടെ ശരീരത്തിൽ നിന്ന് ചിലപ്പോൾ രോമങ്ങൾ പറന്നു പോകും. അതുപോലെ ഇവിടെ ആഞ്ജനേയ സ്വാമിയുടെ ശരീരത്തിൽ നിന്ന് രോമങ്ങൾ കൊഴിഞ്ഞു എന്നാണ്. ദുദുവേ സുമഹാൻ തോയതഃ ഇവ സുമഹാനാദം നനാദച. മഹത്തായ തോയതത്തെ പോലെ, തോയതം മേഘം, വെള്ളം തരുന്നത്, തോയം ദദാതി. അപ്പൊ മേഘം ഗർജിക്കുന്നത് പോലെ സുമഹാനാദം നനാദ, അതിഗംഭീരമായ ശബ്ദത്തിൽ ഇടിവെട്ടുപോലെ നാദം ചെയ്തു, ഗർജിച്ചു ആഞ്ജനേയ സ്വാമി എന്ന്. ആനുപൂർവേണ വൃത്തം ച ലാംഗൂലം ലോമഭിശ്ചിതം ഉൽപദിഷ്യൻ വിജിക്ഷേപ പക്ഷിരാജൈവോറകം. ഉൽപദിഷ്യൻ, ഉൽപ്പതിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട്, മുകളിലേക്ക് കുതിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തയ്യാറാവുകയാണ്. ആനുപൂർവേണ വൃത്തം, ആഞ്ജനേയസ്വാമിയുടെ വാലിനെ കുറിച്ച് പറയണം. ലാംഗൂലം, ലാംഗൂലത്തിന്റെ ഷേപ്പ് എങ്ങനെ? ആനുപൂർവേണ വൃത്തം, അതിന്റെ ഉത്ഭവസ്ഥാനം, അതിന്റെ കടഭാഗത്തിൽ നിന്ന് അതിന്റെ അറ്റം വരേക്ക് ക്രമത്തിൽ വൃത്തം ചുരുങ്ങി 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 വരുന്നതാണ് വാല്. ആദ്യ ഭാഗത്ത് വലിയ വണ്ണം ഉണ്ടാവും, അത് കഴിഞ്ഞ് വണ്ണം ചുരുങ്ങി ചുരുങ്ങി വരും. അങ്ങനെയുള്ളതായിട്ടുള്ള വാലിനെ രോമഭിഹി ചിതം ച ലാംഗൂലം, രോമങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഇടതൂർന്നതായിട്ടുള്ള തന്റെ വാലിനെ അദ്ദേഹം പക്ഷിരാജ ഉരകം ഇവ വിചിക്ഷേപ. പക്ഷിരാജാവായിട്ടുള്ള ഗരുഡൻ ഒരു പാമ്പിനെ പിടിച്ച് കൊടയും പോലെ, സർപ്പങ്ങളെയൊക്കെ പിടിച്ചാൽ പക്ഷിരാജാവ് എങ്ങനെയാണോ കൊടയുക, അതുപോലെ ആ വാലിനെ കൊണ്ട് കൊടഞ്ഞു, ചുഴറ്റി എന്നൊക്കെ അർത്ഥം. അപ്പൊ വാല് ചുഴറ്റിക്കൊണ്ട് തയ്യാറാവുകയാണ്. ആ വാലിലാണ് എനർജി മുഴുവൻ, അതിനെ ആവഹിക്കുകയാണ് അങ്ങയുടെ മുകളിലേക്ക്. തസ്യ ലാംഗൂലമാവിദ്ധം അതിവേഗസ്യ പൃഷ്ഠതഃ ദദൃശേ ഗരുഡേനേവ ഹ്രിയമാണോ മഹോരഗഃ. അതിവേഗസ്യ തസ്യ പൃഷ്ഠതഃ ആവിദ്ധം ലാംഗൂലം. വളരെ വേഗത്തോടുകൂടി ആ ഹനുമാന്റെ പുറം ഭാഗത്ത്, പൃഷ്ഠഭാഗത്ത് ആവിദ്ധം നന്നായി ചുഴറ്റപ്പെട്ടതായിട്ടുള്ള ലാംഗൂലം, ആ വാല് ഗരുഡേന ഹ്രിയമാണ മഹോരഗഃ ഇവ ദദൃശേ. ഗരുഡനാൽ വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന വലിയൊരു കാളസർപ്പത്തെ പോലെ കാണപ്പെട്ടു. മഹോരഗഃ ഇവ ദദൃശേ. അപ്പൊ ഗരുഡൻ ഒരു പാമ്പിനെ വലിച്ചുകൊണ്ട് പോകും പോലെ ആഞ്ജനേയ സ്വാമിയുടെ പുറകിലുള്ള വാലിങ്ങനെ ഇളകി. കാരണം ഗരുഡൻ പിടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കിടന്ന് പൊളയും, അതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിക്കൊണ്ട്. അവ പൊളയുന്ന പാമ്പിനെയും പോലെ, വലിയ മഹോരകം പോലെ ആഞ്ജനേയ സ്വാമിയുടെ വാല് കടന്നിങ്ങനെ ചുഴറ്റി പിടച്ചു എന്നർത്ഥം. ബാഹൂസ്തം സംസ്തംഭയാമാസ മഹാപരിഗസന്നിഭൗ സസാദച കപിക്കട്യാം ചരണൗ സഞ്ജുഗോച. ആ കപി ഭഗവാൻ ഹനുമാൻ സ്വാമി മഹാപരിഗസന്നിഭൗ ബാഹു സംസ്തംഭയാമാസ. മഹാപരികം, വലിയ ഇരുമ്പുലയ്ക്ക പോലെ, ഇരുമ്പ് തടി പോലെ ഉള്ളതായിട്ടുള്ള ബാഹു, രണ്ട് കൈകളെയും സംസ്തംഭയാമാസ, സ്തംഭിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തൂണുപോലെ ഊന്നി, നിലത്ത് ഊന്നി തൂണുപോലെ അങ്ങോട്ട് പിടിച്ചു എന്നർത്ഥം. എന്നിട്ടോ കട്യാം ച സസാദ ചരണൗ ച സഞ്ചുകോച. കടിപ്രദേശത്തെ അരക്കെട്ടിനെ ഒന്ന് ഒതുക്കി, സസാദ, സാദം ആക്കുക, ക്ഷീണിപ്പിക്കുക എന്ന് പറഞ്ഞാലോ. അപ്പൊ ശ്വാസം പിടിക്കുമ്പോ അല്ലെ, ആ വയറങ്ങട് ചുരുങ്ങി എന്നർത്ഥം. ഉദരഭാഗത്തെ നല്ലോണം അങ്ങോട്ട് ചുരുക്കിയിട്ട് കട്യാം ച സസാദ ചരണൗ ച സഞ്ചുകോച. ചരണങ്ങളെ, പാദങ്ങളെ ഒന്ന് ആകുഞ്ചനം ചെയ്തു. കുഞ്ചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളയ്ക്കുക. കാലുകള് അല്ലെ, നമ്മൾ ഇന്നലെ പറഞ്ഞു, സ്പ്രിന്റ്, കുതിക്കാൻ നിൽക്കുന്ന
100 മീറ്റർ 200 മീറ്ററൊക്കെ ഓട്ടപ്പന്തയത്തിൽ നിൽക്കുന്ന ഒളിമ്പ്യൻസും അതുപോലെയുള്ള കായിക താരങ്ങളും എങ്ങനെയാണോ കാലും കുനിച്ചുകൊണ്ട് കയ്യ് ഭൂമിയിൽ ഊന്നിക്കൊണ്ട് നിൽക്കുക, അതുപോലെ ആ കുഞ്ചിത അംഗ്രിയായി ഊർധ്വനയനായി എന്ന് എഴുത്തച്ഛൻ പറയുന്ന ആ ഭാഗം. ചരണൗച്ച സഞ്ചുകോച, ആ കാലുകളെ ഒന്ന് മടക്കി ഒന്ന് ഒതുക്കി പിടിച്ചു എന്നർത്ഥം. സംഹൃത്യ ച ഭുജൗ ശ്രീമാൻ തദൈവ ച ശിരോധരാം തേജസ്സത്വം തദാ വീര്യം ആവിവേശ സവീര്യവാൻ. വീര്യവാൻ സഹ ശ്രീമാൻ, വീര്യവാനും ശ്രീമാനുമായിട്ടുള്ള ആഞ്ജനേയസ്വാമി ഭുജൗ തഥാ ഏവ ശിരോധരാം സംഹൃത്യ, കൈകളെയും കഴുത്തിനെയും, ശിരോധരം കഴുത്താണ്, അതിനെയും സംഹൃത്യ, അതിനെയൊക്കെ അങ്ങനെ ചുരുക്കിക്കൊണ്ട് ശ്വാസം പിടിച്ചുകൊണ്ട് എന്നർത്ഥം. തേജഃ സത്വം വീര്യം ച തഥാ ആവിവേശ, തേജസ്സിനെയും പൗരുഷത്തെയും വീര്യത്തെയും ആവിവേശ ആവഹിച്ചു, അങ്ങനെ ഉൾക്കൊണ്ടു എന്നർത്ഥം. കുതിക്കുവാനുള്ളതായിട്ടുള്ള വീര്യം ഉൾക്കൊള്ളുകയാണ് എന്നർത്ഥം അല്ലേ. ആ പ്രാണനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അച്ഛൻ വായു ഭഗവാനാണ്, ആ വായു ഭഗവാനെ ആവഹിച്ചു. പ്രാണശക്തിയാണ് വായു ഭഗവാൻ. ആ വായു ഭഗവാന്റെ ശക്തി കൊണ്ടാണ് നമ്മളൊക്കെ ശക്തന്മാരായിരിക്കുന്നത്. അപ്പൊ അച്ഛനെ ആവഹിച്ചുകൊണ്ട്, അച്ഛൻ്റെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, പ്രാണങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ശക്തികളെ മുഴുവൻ ആവഹിച്ചു. മാർഗമാലോകയന്തൂരാത് ഊർധ്വം പ്രണിഹിതേ ക്ഷണഃ രുരോധ ഹൃദയേ പ്രാണാൻ ആകാശമവലോകയൻ. ഊർധ്വം പ്രണിഹിതേ ക്ഷണഃ, ഊർധ്വം മുകളിലോട്ട്, പ്രണിഹിത ഈക്ഷണഃ കണ്ണുകളെ മുകളിലോട്ട് നോക്കിക്കൊണ്ട്. കുതിക്കേണ്ടത് ഉയരത്തിലേക്കാണ്. എത്ര ഉയരത്തിൽ പോകണോ അത്രയും ലോങ്ങിൽ പോകാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഊർധ്വനയനായി മുകളിലോട്ട്. ഊർധ്വം പ്രണിഹിതേക്ഷണഃ ദൂരാത് മാർഗമാലോകയൻ, ദൂരെ തനിക്ക് പോകേണ്ട ലക്ഷ്യത്തെക്കുറിച്ച് നോക്കിക്കൊണ്ട്, ഏതു വഴിക്കാണ് പോകേണ്ടത് എന്ന് ലക്ഷ്യത്തെ നോക്കിക്കൊണ്ട്, ആകാശം അവലോകയന്, ആകാശത്തെ നോക്കിക്കൊണ്ട്, ഹൃദയേ പ്രാണാൻ രോധ, തൻ്റെ ഹൃദയത്തിൽ ശ്വാസത്തെ, പ്രാണനെ രോധിച്ചു, നിരോധിച്ചു, ശ്വാസം അടക്കി പിടിച്ചു എന്നർത്ഥം. ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഇതാ കുതിക്കാൻ തയ്യാറാവുകയാണ്. പദ്ഭ്യാം ദൃഢമവസ്ഥാനം കൃത്വാ സ കപികുഞ്ചരഃ നികുഞ്ജ കർണൗ ഹനുമാൻ ഉൽപദിഷ്യൻ മഹാബലഃ വാനരാൻ വാനരശ്രേഷ്ഠഃ ഇദം വചനമബ്രവീത്. മഹാബലഃ കപികുഞ്ചരഃ, മഹാബലവാനായ കപിശ്രേഷ്ഠൻ, സ ഹനുമാൻ, ആ ഹനുമാൻ സ്വാമി, പദ്ഭ്യാം ദൃഢം അവസ്ഥാനം കൃത്വ, കാലുകൾ രണ്ടും കൊണ്ട് ദൃഢമായി ഊന്നിക്കൊണ്ട്, അവസ്ഥാനം കൃത്വ ഉറപ്പിച്ചുകൊണ്ട്, കർണവും നികുഞ്ജ്യ, കാതുകളെ കൂർപ്പിച്ചുകൊണ്ട്, കർണങ്ങളെ നികുഞ്ചനം ചെയ്ത് ഒന്നുകൊണ്ട് മുന്നോട്ട് മടക്കിക്കൊണ്ട്, ആഞ്ഞുകൊണ്ട്, എയറോ ഡൈനാമിക്സ് എല്ലാം ശരിയാക്കുകയാണ്. എല്ലാം പ്രോപ്പർ പൊസിഷനിങ്. നമ്മുടെ വിമാനങ്ങളൊക്കെ പുറപ്പെടാൻ നേരത്തെ ചില അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ ആഞ്ജനേയസ്വാമി എയറോഡൈനാമിക്സ് ശരിയാക്കുകയാണ്. കർണാൻ നികുഞ്ജ്യ ഉൽപ്പദിഷ്യൻ, മുകളിലേക്ക് കുതിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, വാനരശ്രേഷ്ഠ വാനരാൻ ഇതം വചനം അബ്രവീത്, വാനരശ്രേഷ്ഠനായ ആഞ്ജനേയസ്വാമി വാനരന്മാരോട് ഈ വാക്കുകളെ പറഞ്ഞു. ആഞ്ജനേയസ്വാമിയുടെ വാക്കുകളാണ്. യഥാ രാഘവ നിർമുക്തഃ ശരഃ ശ്വസന വിക്രമഃ ഗച്ഛേത് തദ്വത് ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം. ആഞ്ജനേയസ്വാമി ആത്മവിശ്വാസത്തോടുകൂടി ഗർജിക്കുകയാണ്. ഇതുപോലെ രാഘവ നിർമുക്തഃ ശരഃ യഥാ, രാഘവന്റെ വില്ലിൽ നിന്ന് തൊടുക്കപ്പെട്ട അസ്ത്രം എങ്ങനെ പോകുമോ, ആഞ്ജനേയസ്വാമിയുടെ ശരം കണക്കേ. ശ്വസന വിക്രമഃ യഥാ, വായുവേഗത്തോടു കൂടിയത് എപ്രകാരം പോകുമോ, ഗച്ഛേത് ഗമിക്കുമോ, തദ്വത് അതുപോലെ, രാവണപാലിതാം ലങ്കാം ഗമിഷ്യാമി, രാവണ പാലിതമായിരിക്കുന്ന ലങ്കയിലേക്ക് ഞാൻ ചെല്ലും. അപ്പൊ രാമബാണം പോലെ ഞാൻ കുതിച്ചു ചെല്ലും. അപ്പൊ ശ്രീരാമ ബാണത്തിന് ഒരിടത്തും ഒന്നിനെയും ഒരു തടസ്സവും ബാധകമല്ല, അത് ലക്ഷ്യം പ്രാപിച്ചിരിക്കും. അതുപോലെ എന്ന് സൂചിപ്പിക്കാൻ കാലവിളംബമില്ല,
തടസ്സമില്ല, ലക്ഷ്യപ്രാപ്തി. ഇത് മൂന്നും ശ്രീരാമ ബാണം ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. രാമൻ ഒരു ബാണം പ്രയോഗിച്ചാൽ അത് സഫലമായിരിക്കും. അതുപോലെ എന്നാണ് പറയുന്നത്. ഞാൻ പോകുന്ന കാര്യം അതുപോലെ ആയിരിക്കും, ലക്ഷ്യത്തിൽ എത്തിയിരിക്കും. യഥാ രാഘവ നിർമുക്തഃ സരസ്വസന വിക്രമഃ ഗച്ഛേത് തദ്വദ് ഗമിഷ്യാമി ലങ്കാം രാവണപാലിതാം നഹി ദ്രക്ഷ്യാമി യദി താം ലങ്കായാം ജനകാത്മജാം അനേനൈവ ഹി വേഗേന ഗമിഷ്യാമി സുരാലയം. ലങ്കായാം താം ജനകാത്മജാം ന ദ്രക്ഷ്യാമി യദി, ആ ലങ്കയിൽ ആ ജനകാത്മജയെ ഞാൻ കണ്ടില്ല എങ്കിൽ, അവിടെ കണ്ടില്ല എന്ന് വരികയാണെങ്കിൽ ഹി എന്ത് ചെയ്യും? അനേന വേഗേനേവ സുരാലയം ഹി ഗമിഷ്യാമി, അതേ വേഗത്തിൽ ഞാൻ ദേവലോകത്തേക്ക് വെച്ച് പിടിക്കും. ലങ്കയിൽ ഇല്ലെങ്കിൽ പിന്നെ നേരെ മറ്റ് ലോകങ്ങളിലൊക്കെ പോകണം, അന്വേഷിക്കണം. അപ്പൊ അതിന് ഞാൻ ദേവലോകത്തിലേക്ക് പിടിക്കുമെന്നാ പറയുന്നത്. സുരാലയം ഗമിഷ്യാമി, ദേവലോകത്തിലേക്ക് ഗമിക്കും. യദിവാ ത്രിദിവേ സീതാം ന ദ്രക്ഷ്യാമി അകൃതശ്രമഃ ബദ്ധ്വാ രാക്ഷസരാജാനം ആനയിഷ്യാമി രാവണം. ഇനി ത്രിദിവേവാ സീതാം ന ദ്രക്ഷ്യാമി യദി, ത്രിദിവം എന്ന് പറഞ്ഞാൽ മൂന്നാം ലോകം, സ്വർഗം. അപ്പൊ സ്വർഗത്തിലും ഞാൻ സീതയെ കണ്ടില്ല എങ്കിൽ, ദ്രക്ഷ്യാമി ന യദി അകൃതശ്രമഃ, ഒരു ശ്രമവും കൂടാതെ, ശ്രമമൊന്നുമില്ലാതെ, കൃതശ്രമനല്ല, എഫർട്ട്ലെസ് ആയിട്ട്, ഈസി ആയിട്ട് രാക്ഷസരാജാനം രാവണം ബദ്ധ്വ ആനയിഷ്യാമി, രാക്ഷസരാജാവായ രാവണനെ ഞാൻ ബന്ധിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. രാവണനാണ് കൊണ്ടുപോയത് എന്ന് അറിയാലോ. അപ്പൊ തീർച്ചയായിട്ടും ആ കുറ്റവാളിയെ ഞാൻ പിടിച്ചു കൊണ്ടുവരും. തൊണ്ടി കിട്ടിയില്ലെങ്കിലും, അല്ലെ, അന്വേഷിക്കാൻ പോകുന്ന സീതയെ കണ്ടില്ലെങ്കിൽ, എവിടെ കണ്ടില്ലെങ്കിലും രാവണനെ ഞാൻ ബന്ധിച്ചു കൊണ്ടുവരും. രാക്ഷസരാജാനം രാവണം ബദ്ധ്വ ആനയിഷ്യാമി സർവദാ കൃതകാര്യോഹം യഷ്യാമി സഹ സീതയ ആനയിഷ്യാമി ബാലങ്കാം സമുൽപാട്യ സരാവണാം. സർവദാ അഹം കൃതകാര്യഃ സീതയാ സഹ യേഷ്യാമി, എപ്രകാരമായാലും, ബൈ ഓൾ മീൻസ്, എന്ത് ചെയ്തിട്ടാണെങ്കിലും, അഹം കൃതകാര്യഃ, ഞാൻ കാര്യം സാധിച്ചവനായിട്ട്, സീതയാ സഹ യേഷ്യാമി, സീതയോടുകൂടി ഞാൻ മടങ്ങി വരും. ഇനി അഥവാ വാ സരാവണാം ലങ്കാം സമുൽപാട്യ ആനയിഷ്യാമി, സരാവണാം ലങ്കാം, രാവണനോടുകൂടിയ ലങ്കയെ സമുൽപാട്യ, പുഴക്കിയെടുത്തിട്ട്, ഉൽപാടനം ചെയ്തിട്ട്, പുഴക്കിയെടുത്തിട്ട്, ആനയിഷ്യാമി, ഞാൻ കൊണ്ടുവരും. വേണ്ടി വന്നാൽ ലങ്കയെ രാവണനോടുകൂടി പുഴക്കിയെടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുവരും എന്നാ പറയണം. നോക്കൂ ആഞ്ജനേയ സ്വാമിയുടെ ഒരു ആത്മവിശ്വാസം. ഏവമുക്ത്വാ തു ഹനുമാൻ വാനരാൻ വാനരോത്തമഃ ഉൽപപാദാദവേഗേന വേഗവാൻ അവിചാരയൻ സുപർണമിവ ചാത്മാനം മേനേ സ കപികുഞ്ചരഃ. വാനരാൻ ഏവ മുക്ത്വ, ആ വാനരന്മാരോട് ഇപ്രകാരം പറഞ്ഞിട്ട്, വാനരോത്തമഃ ഹനുമാൻ, വാനരശ്രേഷ്ഠനായ ആഞ്ജനേയസ്വാമി, വേഗവാൻ, അതിശക്തിയോടുകൂടി അതിവേഗത്തോടുകൂടിയവനായിട്ട്, അവിചാരയൻ, യാതൊരു സങ്കോചവും കൂടാതെ, സംശയവും കൂടാതെ, ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ശങ്ക, ഒരു ശങ്കയും കൂടാതെ, ആത്മാനം സുപർണം ഇവമേനെ, തന്നെക്കുറിച്ച് ഞാൻ സുപർണനാണ് എന്ന് കരുതി. സുപർണനാരാ? ഗരുഡൻ. അപ്പൊ സ്വയം ഗരുഡനാണെന്ന് കരുതിക്കൊണ്ട്, അധ സഹ കപികുഞ്ചരഃ വേഗേന ഉൽപപാദ, ആ കപിശ്രേഷ്ഠനായ ആഞ്ജനേയസ്വാമി വളരെ വേഗത്തിൽ, ശക്തിയോടുകൂടെ, ഉൽപപാദ, ഉയരത്തിലേക്ക് കുതിച്ചു, മുകളിലേക്ക് കുതിച്ചു എന്നർത്ഥം. മേലോട്ട് ഉയർന്നു. അതുവരെയാണ് വായിച്ചത്. തുടർന്ന് നമുക്ക് ഇനി ഓരോ ശ്ലോകമായിട്ട് കാണാം. സമുൽപതതി തസ്മിംസ്തു വേഗാത്തേ നഗരോഹിണഃ സംഹൃത്യ വിടവാൻ സർവാൻ സമുൽപേതു സമന്തദഃ. അങ്ങനെ തസ്മിൻ വേഗാത് സമുൽപതതി, അവൻ ആഞ്ജനേയസ്വാമി വേഗത്തിൽ ഉൽപ്പതിക്കുമ്പോൾ, മുകളിലോട്ട് കുതിക്കുമ്പോൾ, സമുൽപതതി സതി എന്നർത്ഥം. അങ്ങനെ കുതിക്കുന്ന സമയത്ത് തേ നഗരോഹിണഃ തു,
സർവാൻ വിടവാൻ സംഹൃത്യ സമന്തതഃ സമുൽപേതു. തേ നഗരോഹിണ, നഗരോഹികൾ എന്ന് പറഞ്ഞാൽ നഗം, പർവ്വതം. നഗച്ഛതി, ഗമിക്കാത്തത് സ്ഥാവരം. സ്ഥാവരങ്ങളൊക്കെ നഖങ്ങളാണ്, നഖം ഗമിക്കാത്തത്. അപ്പൊ നഖത്തിൽ രോഹിണ, രോഹിണ എന്ന് പറഞ്ഞാലോ മുളച്ചത്, വളർന്നത് എന്നൊക്കെ അർത്ഥം. ആ പർവ്വതത്തിൽ മുകളിൽ നിൽക്കുന്നതായിട്ടുള്ള സർവാൻ വിടവാൻ, അവിടെയുള്ള വൃക്ഷങ്ങളെ സംഹൃത്യ ഒതുക്കിക്കൊണ്ട്, എല്ലാറ്റിനെയും പെറുക്കിയെടുത്തുകൊണ്ട് സമന്തതഃ സമുൽപേതുഹു, 4 ഭാഗത്തു നിന്നും ഉൽപ്പതിച്ചു എന്ന് പറഞ്ഞാൽ ആഞ്ജനേയസ്വാമി മുകളിലോട്ട് കുതിച്ച ആ മൊമെന്റം, ആ ഒരു ഫോഴ്സ്, അതിൻ്റെ ആ വെലോസിറ്റി കാരണം ചുറ്റുപാടുള്ളതായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കൂടെ പറഞ്ഞു പോന്നു എന്നാണ്. ആ വായുവിൻ്റെ ശക്തി കൊണ്ട് ചുറ്റുപാടുള്ള വൃക്ഷങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് പുഴങ്ങി നേരെ ആഞ്ജനേയസ്വാമിയുടെ കൂടെ പോവുകയാണ്. നമുക്ക് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൻ്റെ അടുത്ത് നിന്നാൽ അറിയാം, വളരെ വേഗത്തിൽ പ്ലാറ്റ്ഫോമിലൂടെ പോകുന്നതായിട്ടുള്ള ഒരു ട്രെയിനിൻ്റെ അടുത്ത് നമ്മൾ നിന്നാൽ അതിന് ഒരു ശക്തിയുണ്ട്, ഒരു വായു. ആ രണ്ട് വശത്തും വായുവിനൊരു വേഗമുണ്ട്. ആ വായു നമ്മളെ മുന്നോട്ട് വലിച്ചുകൊണ്ട് പോകും. നമ്മൾ ട്രെയിനിനെ തൊടേണ്ട ആവശ്യമില്ല, ട്രെയിനിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ട്രെയിനിൻ്റെ ഒരടി ഗ്യാപ്പിൽ എവിടെയെങ്കിലും നിന്നാൽ മതി, സ്പർശിക്കാതെ നിന്നോളൂ, പക്ഷെ നിങ്ങളെ വലിച്ചുകൊണ്ട് പോയിക്കോളൂ ട്രെയിൻ. എവിടേക്ക്? പാളത്തിൻ്റെ അടിയിലേക്ക്. അല്ല, വേറെ വഴിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ, നമുക്കറിയാം. അപ്പോൾ ഒരു വെലോസിറ്റി, അതിൻ്റെ കൂടെ പ്രവഹിക്കുന്നതായിട്ടൊരു ശക്തി. അതുപോലെ ആഞ്ജനേയസ്വാമിയുടെ കുതിപ്പിന്റെ വേഗത്തിൽ പർവ്വതത്തിലുള്ള വൃക്ഷങ്ങളൊക്കെ ഇളകിപ്പോന്നു എന്നാണ്, ആകാശത്തേക്ക് പൊങ്ങുകയാണ്. ആഞ്ജനേയസ്വാമിയുടെ ഒപ്പം പുറകെ പോവുകയാണ്, ഞങ്ങളും ഉണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട്. സമത്തകോ യഷ്ടിഭഗാൻ പാദപാൻ പുഷ്പശാലിനഃ ഉദ്വഹൻ ഉരുവേഗേന ജഗാമ വിമലേംബരേ. മത്തകോ യഷ്ടിഭഗാൻ പുഷ്പശാലിനഃ പാദപാൻ. അപ്പോ ഈ വൃക്ഷങ്ങളിലൊക്കെ ചില പക്ഷികൾ, അതാണ് കോയഷ്ടി, മതിച്ചതായിട്ടുള്ള കോയഷ്ടികളാകുന്ന പക്ഷികൾ, കോരപ്പക്ഷികൾ എന്ന് പറയും, നാരപ്പക്ഷികൾ എന്ന് പറയും. അപ്പൊ നാരപ്പക്ഷികൾ എന്ന് പറയുന്നതായിട്ടുള്ള പക്ഷികൾ അവയിൽ ഇരിപ്പുണ്ട്. ആ പക്ഷികളോടുകൂടെ പുഷ്പം നിറഞ്ഞതായിട്ടുള്ള പാദപങ്ങൾ ആ വൃക്ഷങ്ങളെ ഉരുവേഗേന ഉദ്വഹൻ, വളരെ വേഗത്തിൽ വഹിച്ചുകൊണ്ട് വിമലേ അംബരേ സഹജഗാമ, ആ നിർമ്മലമായ ആകാശത്തിലേക്ക് ആഞ്ജനേയസ്വാമി പോവുകയാണ്. അപ്പൊ ആഞ്ജനേയസ്വാമിയുടെ പുറകെ വൃക്ഷങ്ങളൊക്കെ ഞങ്ങളുണ്ടേ എന്ന് പറഞ്ഞു പോകുന്നു. ഊരുവേഗോദ്ദതാ വൃക്ഷാഃ മുഹൂർത്തം കപിമന്വയുഃ പ്രസ്ഥിതം ദീർഘമധ്വാനം സ്വബന്ധും ഇവ ബാന്ധവാഃ. ഊരുവേഗ ഉദ്ദതാഃ വൃക്ഷാഃ, ആഞ്ജനേയസ്വാമിയുടെ ആ ശരീരവേഗത്താൽ ഉയർത്തപ്പെട്ടതായിട്ടുള്ള, പൊങ്ങിയതായിട്ടുള്ള ആ വൃക്ഷങ്ങള് ദീർഘം അധ്വാനം പ്രസ്ഥിതം സ്വബന്ധും ബാന്ധവാഹ ഇവ മുഹൂർത്തം കപിം അന്വയുഹു. എന്താ പറയണത്? വളരെ ദൂരത്തേക്ക് പോകുന്ന ഒരു യാത്ര പോകുന്ന ഒരു ബന്ധുവിനെ യാത്രയാക്കാനായിക്കൊണ്ട് നമ്മളൊക്കെ വഴിക്കൂട്ടാനായിട്ട് കുറെ ദൂരം പോകും അല്ലേ? പണ്ടൊക്കെ പതിവാണ്, ഇപ്പൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് ഏതെങ്കിലും ബന്ധുക്കൾ ദൂരദേശത്തേക്കൊക്കെ പോകുമ്പോൾ പരമാവധി നമുക്ക് പോകാൻ പറ്റുന്ന ദൂരമൊക്കെ നമ്മൾ കൂടെ ചെല്ലും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് യാത്ര അയക്കുക, അല്ലെങ്കിൽ വിമാന നിലയത്തിൽ ചെന്ന് യാത്ര അയക്കുക, അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക് ചെന്ന് യാത്ര അയക്കുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറ്റിയെങ്കിലും വിടുക, അല്ലെങ്കിൽ കുറേ ദൂരമെങ്കിലും നടന്നു പോവുക. ഇതൊക്കെ ഒരു പതിവുണ്ടായിരുന്നു. വഴിക്കൂട്ടുക എന്ന് പറയും അല്ലേ? കൂടെ പോയിട്ട് യാത്ര അയക്കുക. അതുപോലെ എന്നാ പറയുന്നത്, ദീർഘം അധ്വാനം പ്രസ്ഥിതം, വളരെ ദീർഘമായിട്ടൊരു മാർഗത്തിലൂടെ പ്രസ്ഥാനം ചെയ്യപ്പെടുന്ന, പുറപ്പെടുന്നതായിട്ടുള്ള സ്വബന്ധും, ഒരു ബന്ധുവിനെ ബാന്ധവാഹ ഇവ, ബന്ധുക്കൾ യാത്രയാക്കും പോലെ മുഹൂർത്തം കപിം അന്വയുഹു, കുറച്ചു നേരം ആ കപിയെ അനുയാനം ചെയ്തു, പിന്നാലെ പോയി എന്നർത്ഥം. കുറെ ദൂരം പുറകെ പോയി. ആര്? ഈ വൃക്ഷങ്ങള്. മുഴുവൻ ദൂരം പോകാൻ പറ്റുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ അവർ സ്വയം പിൻവാങ്ങുകയാണ്. പിന്നെ തദൂരുവേഗോന്മദിദാഃ സാലാശ്ചാന്യേന ഗോത്തമാഃ അനുജഗ്മുർഹനുമന്ദം സൈന്യായിവ മഹീപതിം. തത് ഊരുവേഗോന്മദിദാഹ, ആ ഹനുമാന്റെ ഊരുവേഗം കൊണ്ട് ഉന്മദിതരായ, പറിക്കപ്പെട്ടതായിട്ടുള്ള സാലാഹ,
സാലവൃക്ഷങ്ങൾ, പനകളൊക്കെ, അതുപോലെ അന്യേ നഗോത്തമാഹ, അതുപോലെയുള്ള വൻ മരങ്ങളും, മഹീപതിം സൈന്യാഹ ഇവ, ഒരു രാജാവിനെ സൈന്യങ്ങൾ പിന്തുടരുന്നത് പോലെ, ഹനുമന്തം അനുജഗ്മുഹു, ഹനുമാൻ സ്വാമിയെ അനുഗമിച്ചു. അപ്പൊ വൃക്ഷങ്ങളൊക്കെ ആഞ്ജനേയ സ്വാമിയുടെ പുറകെ ഈ പർവ്വതങ്ങളിൽ നിന്ന് പുറകെ കുറെ ദൂരം അനുഗമിച്ചു. സുപുഷ്പിതാഗ്രൈർബഹുഭിഹി പാദഭൈരന്വിതക്കഭിഹി ഹനുമാൻ പർവ്വതാകാരോ ബഭൂവ അത്ഭുത ദർശനഃ. പർവ്വതാകാരഃ കഭിഹി, ഹനുമാൻ, ആ മല പോലെയുള്ള വലിയ ശരീരത്തോടു കൂടിയ വാനരനായ ഹനുമാൻ, സുപുഷ്പിതാഗ്രൈഹി ബഹുഭിഹി പാദഭൈഹി അന്വിതഃ, നല്ല പൂക്കളോടുകൂടിയതായിട്ടുള്ള അഗ്രഭാഗങ്ങളോടുകൂടിയ പാദപങ്ങൾ, വൃക്ഷങ്ങളെ കൊണ്ട് പലവിധത്തിലുള്ള വൃക്ഷങ്ങളാൽ ചൂഴപ്പെട്ടവനായിട്ട് പിന്തുടരപ്പെട്ടവനായിട്ട് അത്ഭുത ദർശന ബഭൂവ, ഒരു അത്ഭുത ദർശനനായി കാണപ്പെട്ടു. ആകാശത്ത് ഒരു അത്ഭുതമായിട്ടൊരു വർണ്ണപ്രപഞ്ചം, പൂക്കളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ എന്താ പറയുക, ആഞ്ജനേയ സ്വാമിയുടെ പുറകെ പോകുന്ന രംഗം വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു ദർശനമായി കാണപ്പെട്ടു എന്നാണ്. സാരവന്തോദയേ വൃക്ഷാഃ ന്യമജ്ജൻ ലവണാംബസി ഭയാദിവ മഹേന്ദ്രസ്യ പർവ്വതാ വരുണാലയേ. അത് അനന്തരം കുറച്ചു ദൂരം പോയിട്ട് സാരവന്തഃ വൃക്ഷാഃ, നല്ല സാരമുള്ളവയാണ് ഈ വൃക്ഷമൊക്കെ, വെറുതെ പഞ്ഞി പോലെയുള്ളതല്ല. സാരം എന്നാൽ അന്തസ്സാരം, നല്ല ഭാരമുള്ളത്, ഘനമുള്ളത്, ഉള്ളിൽ കാമ്പ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങള് മഹേന്ദ്രസ്യ ഭയാത് പർവ്വതാഹ ഇവ, ഇന്ദ്രനെ ഭയന്ന് പർവ്വതങ്ങൾ എന്നതുപോലെ ലവണാംബസി വരുണാലയേ നമജ്ജൻ, ആ ലവണാംബസി, ലവണസമുദ്രം, ഉപ്പുജലം, ആ ഉപ്പുവെള്ളം നിറഞ്ഞതായിട്ടുള്ള വരുണാലയത്തിൽ, ആ സമുദ്രത്തിൽ നമഞ്ജൻ വീണു മുങ്ങി. കുറെ ദൂരം അനുഗമിച്ച ശേഷം അവരുടെ ഭാരം ഉണ്ട്, കാതലുള്ളവയാണ്, അതാണ് സാരവന്തഃ എന്ന് പറഞ്ഞത്. ആ സാരവത്തുക്കളായ വൃക്ഷങ്ങള് കുറച്ചു ദൂരം പോയപ്പോൾ മറ്റേതിലേക്ക് പതിച്ചു, സമുദ്രത്തിലേക്ക് പതിച്ച് സമുദ്രത്തിൽ മുങ്ങിപ്പോയി. അതിനെ ഉപമിച്ചത് ഏതുപോലെ, ഇന്ദ്രനിൽ നിന്ന് ഭയപ്പെട്ട് പർവ്വതങ്ങൾ സമുദ്രത്തിൽ ഒളിച്ചതുപോലെ എന്ന്. പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നു. പർവ്വതങ്ങള് ചിറകുകളും കൊണ്ട് പറന്നു നടക്കുമ്പോൾ ജനങ്ങൾക്ക് വലിയ ശല്യമായി. അതിനിഷ്ടം പോലെ വന്ന് ആരുടെയെങ്കിലുമൊക്കെ തലയിലൊക്കെ വന്ന് ലാൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ ജനങ്ങളും ഇന്ദ്രനോട് ആവലാതി പറഞ്ഞു. അങ്ങനെ ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകുകൾ അരിയാൻ തീരുമാനിച്ചു. തന്റെ വജ്രായുധം കൊണ്ട് എല്ലാ പർവ്വതങ്ങളുടെയും ചിറകുകൾ അരിഞ്ഞു തള്ളി. അതിൻ്റെ ഇടയ്ക്ക് ചിലരൊക്കെ മുങ്ങി, ഇന്ദ്രന് പിടികൊടുക്കാതെ. അതിലൊരാളെ കുറിച്ച് ഇനി നമ്മൾ കാണും, മൈനാക പർവ്വതം. ഹിമാലയത്തിന്റെ പുത്രനായ മൈനാകം ഇന്ദ്രനെ ഭയപ്പെട്ടുകൊണ്ട് സമുദ്രത്തിലേക്ക് അഭയം പ്രാപിച്ച് ഒളിഞ്ഞുപോയി. അതുപോലെ എന്നിവിടെ പർവ്വതങ്ങൾ സമുദ്രത്തിൽ ഒളിച്ചതുപോലെ ഈ വൃക്ഷങ്ങൾ ആ സമുദ്രത്തിലേക്ക് പതിച്ചു. സ നാനാ കുസുമൈ കീർണഃ കഭിഃ സാങ്കുരകോരകൈഃ ശുശുഭേ മേഘസംഗാശഃ ഗദ്യോദയേരിവ പർവ്വതഃ. മേഘസംഗാശഃ സഹ കഭിഃ, ആ മേഘം പോലെ ശോഭിക്കുന്നവനായിട്ടുള്ള വാനരശ്രേഷ്ഠനായ ആഞ്ജനേയൻ നാനാ കുസുമൈഃ സാങ്കുരകോരകൈഃ ഗദ്യോദൈഃ കീർണഃ പർവ്വതഃ ഇവ ശുശുഭേ. അദ്ദേഹത്തിന്റെ ശരീരത്തില് പല പൂക്കൾ പതിച്ചിട്ടുണ്ട്. അതാണ് നാനാ കുസുമൈഹി, ഈ വൃക്ഷങ്ങളിലേക്ക് പൂക്കൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറ്റിച്ചേർന്നിട്ടുണ്ട്. അതിന്റെ സാങ്കുര കോരകൈഹി, അതിന്റെ അങ്കുരങ്ങൾ, തളിരുകൾ, കോരകം, മൊട്ട്. അപ്പൊ വൃക്ഷങ്ങളുടെ മൊട്ടുകള്, തളിരുകള് ഒക്കെ ആഞ്ജനേയ സ്വാമിയുടെ ശരീരത്തിലുണ്ട്. അതൊക്കെ ഏതുപോലെ തോന്നി, ഗദ്യോദൈഹി കീർണഃ പർവ്വതഃ ഇവ ശുശുഭേ. ആഞ്ജനേയ സ്വാമിയുടെ ശരീരം ഒരു പർവ്വതം പോലെ ശോഭിച്ചു. അപ്പൊ പർവ്വതമാകുമ്പോ അതില് മിന്നാമിനുങ്ങുകളൊക്കെ ഉണ്ടാവും, രാത്രി നേരത്ത് മിന്നും. അതുപോലെ ആഞ്ജനേയ സ്വാമിയുടെ ശരീരത്തിൽ ഈ പൂക്കളൊക്കെ പല വർണ്ണങ്ങളിൽ മിന്നി എന്നർത്ഥം. മിന്നാമിനുങ്ങുകളോടുകൂടിയ പർവ്വതം പോലെ ആഞ്ജനേയ സ്വാമിയുടെ മേഘസദൃശമായ ശരീരം ഈ പൂക്കളെ കൊണ്ടും തളിരുകളെ കൊണ്ടും വിവിധ വർണ്ണങ്ങളിൽ ശോഭിച്ചു.
വിമുക്താസ്തസ്യ വേഗേന മുക്ത്വാ പുഷ്പാണി തേ ദ്രുമാഃ അവാശീര്യന്ത സലിലേ നിവൃത്താഃ സുഹൃദോ യദാ. തസ്യ വേഗേന വിമുക്താഃ തേ ദ്രുമാഃ. ആ ആഞ്ജനേയസ്വാമിയുടെ ഗതിവേഗം കൊണ്ട് ഒപ്പം പിടിക്കാൻ പറ്റുന്നില്ല ഈ പൂക്കൾക്കൊന്നും. അതുകൊണ്ട് ആ വൃക്ഷങ്ങളൊക്കെ കുറച്ചു ദൂരം പിന്നാലെ പോയി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം എത്താൻ പറ്റാതെ ആയപ്പോൾ ആ വേഗേന വിമുക്താഹ, വിമുക്തരായി കഴിഞ്ഞു. ആ അദ്ദേഹത്തിന്റെ ആ പിടിയിൽ നിന്ന്, ആ ഫോഴ്സിൽ നിന്ന് മുക്തരായിട്ട് ആ ദ്രുമങ്ങളെല്ലാം പുഷ്പാണി മുക്ത്വ, പൂക്കളെയെല്ലാം ഉതിർത്തുകൊണ്ട് നിവൃത്താഹ, മടങ്ങുന്നവരായിട്ട്, നിവർത്തിക്കുന്നവരായിട്ട്, സുഹൃദഃ യഥാ, എങ്ങനെയാണോ ബന്ധുക്കളെ യാത്രയയക്കുന്ന സുഹൃത്തുക്കൾ കുറച്ചു ദൂരം പോയി മടങ്ങുന്നത്, അതുപോലെ സലിലെ അവാശീര്യന്ത, ആ വെള്ളത്തിലേക്ക് എല്ലാവരും അങ്ങനെ പറന്ന് പാറി വീണു, സമുദ്രജലത്തിലേക്ക് എല്ലാവരും പതിച്ചു എന്നർത്ഥം. അപ്പൊ കുറേ ദൂരം വഴിക്കൂട്ടാൻ പോയി, കുറേ ദൂരം പോയി, പിന്നൊക്കെ അവയുടെ ശക്തി ക്ഷയിച്ച് അവരെല്ലാം വെള്ളത്തിലേക്ക് പതിച്ചു. അപ്പൊ ഒരു ദുഃഖം ഉണ്ടാവും സുഹൃത്തുക്കൾക്ക്, അല്ലേ? തൻ്റെ ബന്ധു ദൂരേക്ക് യാത്ര പോകുമ്പോൾ ദുഃഖത്തോടുകൂടി മടങ്ങുന്ന സുഹൃത്തുക്കളെ പോലെ ഈ വൃക്ഷങ്ങളൊക്കെ അല്പ ദുഃഖത്തോടുകൂടി മടങ്ങി. എവിടേക്ക് മടങ്ങി? സമുദ്രത്തിലേക്ക് മടങ്ങി. ലഘുത്വേനോപപന്നം തത് വിചിത്രം സാഗരേ അപതത് ദ്രുമാണാം വിവിധം പുഷ്പം കപിവായു സമീരിതം. ദ്രുമാണാം വിചിത്രം വിവിധം ലഘുത്വേന ഉപപന്നം കപിവായു സമീരിതം തൽപുഷ്പം സാഗരേ അപതത്. ആ പുഷ്പസമൂഹങ്ങൾ, ആ വൃക്ഷങ്ങളുടെ വിചിത്രങ്ങളായ നാനാവർണ്ണങ്ങളിലുള്ളതും വിവിധങ്ങളായതും പല വലുപ്പത്തിലും പല വർണ്ണത്തിലുമുള്ളതും ലഘുത്വേന ഉപപന്നം ഘനമില്ലാത്തതുമായ കപിവായു സമീരിതം, ആ വാനരന്റെ വായു കൊണ്ട് വലിച്ചഴക്ക് കൊണ്ടുപോയപ്പെട്ടത് ആയിട്ടുള്ള ആ പുഷ്പങ്ങളെല്ലാം സാഗരേ അപതത്, സമുദ്രത്തിൽ വന്ന് പതിച്ചു. താരാചിതമിവാകാശം പ്രഭവൗ സമഹാർണവഃ. ഇപ്പോ ആ എന്താ പറയാ, മഹാർണവം, സമുദ്രത്തെ നോക്കുമ്പോ താരാചിതമിവ ആകാശം പ്രഭവൗ, ആകാശത്തില് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ ഈ സമുദ്രം പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ വൻകടലിൽ വീണ പുഷ്പങ്ങള് ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു, സമുദ്രം ആകാശം പോലെ ശോഭിച്ചു. പുഷ്പൗഗേണാനുബദ്ധേന നാനാവർണ്ണേന വാനരഃ ബഭൗ മേഘൈവോദ്യൻ വൈ വിദ്യുദ്ഗണ വിഭൂഷിതഃ. അനുബദ്ധേന നാനാവർണ്ണേന പുഷ്പൗഗേണ വിദ്യുദ്ഗണ വിഭൂഷിതഃ ഉദ്യൻ മേഘഃ ഇവ വാനരഃ ബഭൗ വൈ. പിന്നെയും കുറച്ച് പൂക്കളൊക്കെ ആഞ്ജനേയ സ്വാമിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അതാണ് അനുബദ്ധേന നാനാവർണ്ണേന പുഷ്പൗഗേണ. കൂടെ പുറകിൽ ചേർന്ന് പോകുന്ന പല നിറത്തിലുള്ള വർണ്ണത്തിലുള്ള പൂക്കളെ കൊണ്ട് വിദ്യുദ്ഗണ വിഭൂഷിതഃ ഉദ്യൻ മേഘഃ ഇവ. വിദ്യുദ്ഗണം എന്നാൽ മിന്നൽ പിണറിന്റെ കൂട്ടം. അപ്പൊ മിന്നൽ സമൂഹത്തോടുകൂടെ അലങ്കരിക്കപ്പെട്ട ഉയരെ പോകുന്ന മേഘം പോലെ ആ വാനരഃ ബഭൗ, വാനരൻ ശോഭിച്ചു. അപ്പൊ മേഘത്തിൽ മിന്നൽ പോലെ ഉണ്ടായിരുന്നു ആഞ്ജനേയ സ്വാമിയുടെ ശരീരത്തിൽ മിന്നുന്ന പൂക്കളൊക്കെ. തസ്യ വേഗസമാദൂതൈഃ പുഷ്പൈസ്തോയമദൃശ്യത താരാഭിരഭിരാമാഭിഃ ഉദിതാഭിരിവാംബരം. തസ്യ വേഗസമാദൂതൈഃ പുഷ്പൈഃ തോയം അഭിരാമാഭിഃ ഉദിതാഭിഃ താരാഭിഃ അംബരമിവ അദൃശ്യത. ആ ഹനുമാന്റെ വേഗത കൊണ്ട്, തസ്യ വേഗസമാദൂതൈഃ, വേഗത കൊണ്ട് ചിതറിപ്പോയത്, സമാധൂനനം ചെയ്യപ്പെട്ട പുഷ്പൈഹി, ആ പുഷ്പങ്ങളെ കൊണ്ട് തോയം, ആ ജലാശയത്തിലെ സമുദ്രത്തിലെ വെള്ളം, അഭിരാമാഭിഹി, വളരെ മനോഹരമായിരിക്കുന്ന ഉദിതാഭിഹി താരാഭിഹി, ഉദിച്ചുയരുന്ന നക്ഷത്രങ്ങളെ പോലെ, അംബരം ഇവ അദൃശ്യത, ആകാശം പോലെ ദർശിക്കപ്പെട്ടു, കാണപ്പെട്ടു. അപ്പൊ ധാരാളം നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്ന ആകാശം പോലെ തോന്നി, പൂക്കൾ വാരി വിതറപ്പെട്ടതായിട്ടുള്ള ഈ സമുദ്രം എന്ന്. പ്രചകർഷ മഹാമേഘം സമുപോൽഗാത വിദ്യുതം പ്രബലഃ കപിരാജസ്യ വായുമാർഗേ വിനിസൃതഃ. കപിരാജസ്യ മാർഗേ വിനിസൃതഃ പ്രബലഃ വായുഃ.
ആ വാനരശ്രേഷ്ഠന്റെ വഴിയിൽ ഉണ്ടായതായിട്ടുള്ള പ്രബലമായ വായു കാറ്റ് സമുപോൽഗാത വിദ്യുതം, ഉപോൽഗാതമായി കൂടെ കൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള വിദ്യുത്ത് മിന്നൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മിന്നലോടുകൂടിയ മഹാമേഘം പ്രചകർഷ, വൻ മേഘം പോലെ പ്രകാശിച്ചു എന്നോ, അല്ലെങ്കിൽ വൻ മേഘത്തെ ആകർഷിച്ചു എന്ന്. അപ്പൊ കാറ്റ് മേഘങ്ങളെയൊക്കെ ആകർഷിക്കാൻ തുടങ്ങി എന്നാണ്. ആകാശത്തിലുണ്ടാകുന്ന മാറ്റം, ഭൂമിയിലുണ്ടായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇനിയിപ്പോ ആകാശത്തിലുണ്ടാവുന്നതായിട്ടുള്ള മാറ്റം, അദ്ദേഹത്തിന്റെ സഞ്ചാരം കൊണ്ട് ഉണ്ടാകുന്ന വായു ആകാശത്തിൽ മേഘങ്ങളെയൊക്കെ കൂട്ടിപ്പെറുക്കി തട്ടിക്കൂട്ടി വലിയ വലിയ മേഘങ്ങളാക്കി മാറ്റുകയാണ്. സമുൽപതിത മേഘസ്യ സമുദ്ദൂത ജലസ്യ ച സമമാസീതദാരൂപം സാഗരസ്യ അംബരസ്യ ച. സമുൽപതിത മേഘസ്യ അംബരസ്യ ച, ആ പൊങ്ങിയ മേഘങ്ങളോടുകൂടിയ ആകാശത്തിനും സമുദ്ദൂത ജലസ്യ സാഗരസ്യ, സമുദ്ദൂതം ആഞ്ജനേയസ്വാമിയുടെ ആ സഞ്ചാരഗതിയുടെ അതുകൊണ്ട് വേഗം കൊണ്ട് അലകളടിക്കുന്നുണ്ട് സമുദ്രത്തില്. സുനാമി പോലെയുള്ള അലകളും ഉണ്ടാവുന്നുണ്ട്. ആ അലകളോടുകൂടിയ ജലം ഉള്ളതായിട്ടുള്ള ആ സാഗരത്തിനും തഥാരൂപം സമമാസീത്, ഒരേ സമയം ഒരേപോലെ തോന്നി. ആകാശവും സമുദ്രവും ഒരുപോലെ. ആകാശത്തിൽ മേഘങ്ങളുടെ ചലനം, ഇവിടെ സമുദ്രത്തിലോ തിരമാലകളുടെ ചലനം. സമുദ്രത്തിൽ തിരമാലകൾ ഇങ്ങനെ പൂക്കളോട് കൂടിയിട്ട് ഇങ്ങനെ ഇളകി മറിയുമ്പോൾ മിന്നലോടുകൂടിയ മേഘം പോലെ താഴെ, മുകളിൽ നോക്കുമ്പോഴോ മുകളിൽ അലയടിക്കുന്ന സമുദ്രം പോലെ ആകാശം. രണ്ടും പരസ്പരം ഒരേപോലെ തോന്നി എന്ന് പറയണം. തസ്യാംബരഗതൗ ബാഹു ദദൃശാദേ പ്രസാരിതൗ പർവ്വതാഗ്രാദ വിനിഷ്ക്രാന്തൗ പഞ്ചാസ്യൗ ഇവ പന്നഗൗ. അംബരഗതൗ പ്രസാരിതൗ തസ്യ ബാഹു, ആ ആകാശത്തിലൂടെ പോകുന്നവനായ ആഞ്ജനേയസ്വാമിയുടെ രണ്ട് കൈകൾ, ബാഹു രണ്ട് കൈകളും, പർവ്വതാഗ്രാദ് വിനിഷ്ക്രാന്തൗ പഞ്ചാസ്യൗ പന്നഗൗ ഇവ ദദൃശാദേ, രണ്ട് കൈകൾ രണ്ട് സർപ്പങ്ങളെ പോലെ കാണപ്പെട്ടു. ഏത് സർപ്പങ്ങളെ പോലെ? 5 തലയുള്ള സർപ്പങ്ങൾ, 5 വിരലുകളാണല്ലോ. അപ്പൊ 2 5 തലയുള്ള സർപ്പങ്ങൾ. എവിടുന്നുണ്ടായത്? പർവ്വതാഗ്രാദ് വിനിഷ്ക്രാന്തൗ, പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായിട്ടുള്ള 5 തലയുള്ള 2 സർപ്പങ്ങളെ പോലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ശരീരം പർവ്വതം പോലെ, അദ്ദേഹത്തിന്റെ 2 നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള ഭുജങ്ങൾ, കൈകൾ, അത് 2 5 തലയുള്ള സർപ്പങ്ങളെ പോലെ നീണ്ടിങ്ങനെ കാണപ്പെട്ടു എന്നർത്ഥം. പ്രസാരിതങ്ങളായ 2 ബാഹുക്കൾ, പഞ്ചശിരസ്സുകളായിട്ടുള്ള പഞ്ചാസ്യന്മാരെന്ന് പറഞ്ഞാൽ 5 തല സർപ്പങ്ങളെ പോലെ കാണപ്പെട്ടു. പിബന്നിവ ബബൗ ചാപി സോർമിമാലം മഹാർണവം പിപാസുരിവ ചാകാശം ദദൃശേ സ മഹാകവിഃ. സഹ മഹാകവിഃ, ആ മഹാകവിയായ ആഞ്ജനേയസ്വാമി സോർമിമാലം മഹാർണവം അഭി പിബന്നിവ ബബൗ, ഊർമിമാലകളോടുകൂടിയ തിരമാലകളോടുകൂടിയതായിട്ടുള്ള സമുദ്രത്തെ പാനം ചെയ്യുന്നവനെ പോലെ ശോഭിച്ചു എന്നാണ്. പിബന്നിവ ബബൗ, ആകാശം ച പിപാസുഹു ഇവ ച ദദൃശേ, ആകാശത്തെയും പിപാസു കുടിക്കുവാൻ ഇച്ഛിക്കുന്നവനെ പോലെ കാണപ്പെട്ടു എന്നർത്ഥം. അപ്പോ അദ്ദേഹത്തിന്റെ ശരീര വലുപ്പത്തിനെ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം വലുതാവും തോറും ആകാശവും സമുദ്രവും ചുരുങ്ങി അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഒതുങ്ങുന്നുവോ എന്ന് തോന്നുകയാണ്. അതാണ് ആഞ്ജനേയസ്വാമിയുടെ ഒരു വിശ്വരൂപത്തെ ഇവിടെ കാണുകയാണ്. ആ വിശ്വത്തെ മുഴുവൻ അദ്ദേഹം അകത്തേക്കാക്കുകയാണ്. സമുദ്രത്തെ കുടിക്കുന്നവനെ പോലെയും ആകാശത്തെ കുടിക്കുന്നവനെ പോലെയും കാണപ്പെട്ടു, ശോഭിച്ചു എന്ന് പറയണം. തസ്യ വിദ്യുത് പ്രഭാകാരേ വായുമാർഗാനുസാരിണഃ നയനേ വിപ്രകാശേതേ പർവ്വതസ്ഥൗ ഇവ അനലൗ. വായുമാർഗ അനുസാരിണഃ തസ്യ, വായുമാർഗത്തിൽ പോകുന്നവനായിട്ടുള്ള, ആകാശമാർഗത്തിൽ പോകുന്നവനായിട്ടുള്ള ആഞ്ജനേയസ്വാമിയുടെ വിദ്യുത് പ്രഭാകാരേ നയനെ, മിന്നൽ പ്രഭ പോലെയുള്ള ആകാരമുള്ളതായിട്ടുള്ള 2 കണ്ണുകൾ,
പർവ്വതസ്ഥൗ അനലൗ ഇവ വിപ്രകാശേതേ. പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് തീജ്വാലകൾ പോലെ. അദ്ദേഹത്തിന്റെ ശരീരം പർവ്വതം പോലെയാണെങ്കിൽ കണ്ണുകൾ രണ്ട് തീജ്വാലകൾ പോലെ. അനലൗ ഇവ വിപ്രകാശേതേ, വിശേഷേണ പ്രകാശിച്ചു. പിംഗേ പിംഗാക്ഷമുഖ്യസ്യ ബൃഹതി പരിമണ്ഡലേ ചക്ഷുഷി സംപ്രകാശേതേ ചന്ദ്രസൂര്യൗ ഇവോദിതൗ. പിംഗാക്ഷമുഖ്യസ്യ, പിംഗേ ബൃഹതി ചക്ഷുഷി. പിംഗാക്ഷനാണ് ആഞ്ജനേയ സ്വാമി. പിംഗാക്ഷൻ എന്നാൽ നല്ല മഞ്ഞ നിറമുള്ളതായിട്ടുള്ള കണ്ണ്. അങ്ങനെയുള്ള വാനരശ്രേഷ്ഠന്റെ, പിംഗാക്ഷമുഖ്യൻ എന്നാൽ വാനരശ്രേഷ്ഠൻ, അദ്ദേഹത്തിന്റെ പിംഗേ ബൃഹതി ചക്ഷുഷി, പിംഗങ്ങളായ മഞ്ഞ നിറത്തിലുള്ള വലിയ ചക്ഷുസ്സുകൾ രണ്ടും. പരിമണ്ഡലേ ഉദിതൗ ചന്ദ്രസൂര്യൗ ഇവ സംപ്രകാശേതേ. പരിമണ്ഡലം ആകാശം, ആകാശമണ്ഡലത്തിൽ ഉദിതൗ ചന്ദ്രസൂര്യൗ ഇവ, സൂര്യചന്ദ്രന്മാരെ പോലെ. അപ്പോൾ ഒരു കണ്ണ് സൂര്യനെ പോലെയും ഒരു കണ്ണ് ചന്ദ്രനെ പോലെയും സംപ്രകാശേതേ, സമ്യക്കായിട്ട് പ്രകാശിച്ചു എന്നർത്ഥം. അപ്പോ ചില ദിവസങ്ങളിൽ നമുക്ക് കാണാം, വെളുത്ത വാവിന്റെ ദിവസമൊക്കെ സൂര്യൻ ഒരു ഭാഗത്ത് അസ്തമിക്കുന്നുണ്ടാവും, ചന്ദ്രൻ ഒരു ഭാഗത്ത് ഉദിച്ചു പൊങ്ങിയിട്ടുണ്ടാവും. ആകാശത്ത് ഒരേ സമയത്ത് പടിഞ്ഞാറ് ചക്രവാളത്തിൽ സൂര്യനും കിഴക്കൻ ചക്രവാളത്തിൽ ചന്ദ്രനും, അങ്ങനെ ആകാശത്തിൽ രണ്ട് ജ്യോതിർഗോളങ്ങൾ നിറഞ്ഞു നിൽക്കും പോലെ ആഞ്ജനേയ സ്വാമിയുടെ രണ്ട് കണ്ണുകൾ സൂര്യചന്ദ്രന്മാരെ പോലെ പ്രകാശിച്ചു. അപ്പോ ആഞ്ജനേയ സ്വാമിയെ വിശ്വരൂപിയായിട്ടാണ് ഇവിടെ, സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ രൂപമായിട്ടാണ് സങ്കല്പം. മുഖം നാസികയാ തസ്യ താമ്രയാ താമ്രമാബഭൗ സന്ധ്യയാ സമഭിസ്പൃഷ്ടം യഥാ സൂര്യസ്യ മണ്ഡലം. തസ്യ താമ്രയാ നാസികയാ താമ്രം മുഖം. ആ ആഞ്ജനേയ സ്വാമിയുടെ താമ്രമായ നാസിക, താമ്രം ചുവന്നത്. വാനരന്മാർക്കൊക്കെ മൂക്കും വായും ചുമന്നതായിരിക്കും അല്ലേ, ചെന്മുഖന്മാരാണ് അവര്. അപ്പോൾ താമ്രയാ നാസികയാ താമ്രം മുഖം, ചുവന്നതായിട്ടുള്ള മുഖവും വായുഭാഗവും. സന്ധ്യയാ സമഭിസ്പൃഷ്ടം സൂര്യസ്യ മണ്ഡലം യഥാ ആബഭൗ. സന്ധ്യാരാഗം കൊണ്ട് ബാധിക്കപ്പെട്ട, വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള സന്ധ്യാവർണ്ണത്തോടുകൂടിയ സൂര്യമണ്ഡലം പോലെ ശോഭിച്ചു. അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ഈ ഭാഗം, മുഖഭാഗം ചുവന്ന് ഒരു സന്ധ്യാനേരത്തുള്ള സൂര്യനെ പോലെ ശോഭിച്ചു എന്നാണ്. ലാംഗൂലം ച സമാവിദ്ധം പ്ലവമാനസ്യ ശോഭതേ അംബരേ വായുപുത്രസ്യ ശക്രധ്വജൈവോത്സൃതഃ. പ്ലവമാനസ്യ വായുപുത്രസ്യ സമാവിദ്ധം ലാംഗൂലം ച. ആകാശത്തിലൂടെ പറന്ന് കുതിക്കുന്ന വായുപുത്രന്റെ സമാവിദ്ധം, നന്നായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ലാംഗൂലം, ആ വാല്, അത് ഏതുപോലെ തോന്നി? അംബരേ ഉത്സൃതഃ ശക്രധ്വജഃ ഇവ ശോഭതേ. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ശക്രധ്വജം പോലെ ശോഭിച്ചു. ശക്രധ്വജം എന്നാൽ ഇന്ദ്രന്റെ കൊടിമരം, ഇന്ദ്രധ്വജം. അപ്പൊ ഇന്ദ്രധ്വജം പോലെ ശോഭിക്കുകയാണ് ആഞ്ജനേയ സ്വാമിയുടെ വാല് ഉയർത്തിപ്പിടിച്ചത്. കൊടിമരം പോലെ പൊങ്ങി നിൽക്കുന്നു. ലാംഗൂല ചക്രേണ മഹാൻ ശുക്ലദംഷ്ട്രോ അനിലാത്മജഃ വിരോചത മഹാപ്രാജ്ഞഃ പരിവേശീവ ഭാസ്കരഃ. ശുക്ലദംഷ്ട്രഃ മഹാൻ മഹാപ്രാജ്ഞഃ. ശുക്ലം എന്നാൽ വെളുത്തത്, വെളുത്ത പല്ലുകളോടുകൂടിയവനായിട്ടുള്ള മഹിമയേറിയവനും മഹാപ്രാജ്ഞഃ അതിബുദ്ധിമാനുമായിട്ടുള്ള ആ അനിലാത്മജഃ ആഞ്ജനേയസ്വാമി ലാംഗൂല ചക്രേണ, അദ്ദേഹത്തിന്റെ ചുറ്റിലും ഉയർത്തിപ്പിടിച്ച വാലിന്റെ വൃത്താകൃതി കൊണ്ട് പരിവേഷി ഭാസ്കരഃ ഇവ വിരോചത, പരിവേഷത്തോടുകൂടിയ സൂര്യനെ പോലെ ശോഭിച്ചു എന്നർത്ഥം. ചിലപ്പോ മഴക്കാറൊക്കെ ഉള്ളതായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഗ്രഹണ സമയം, ഇങ്ങനെയുള്ള സമയത്തൊക്കെ സൂര്യന്റെ ചുറ്റും ഒരു വൃത്താകൃതിയിൽ ഒരു വലയം കാണും. അതിനാണ് പരിവേഷം എന്ന് പറയുക. അപ്പൊ പരിവേഷത്തോടുകൂടിയ സൂര്യനെ പോലെ ആഞ്ജനേയ സ്വാമി ശോഭിച്ചു തന്റെ വാലിന്റെ വൃത്താകൃതി കൊണ്ട്. സ്പിഗ്ദേശേനാഭിതാമ്രേണ രരാജസമഹാകവിഃ മഹദാദാരിതേനേവ ഗിരിർ ഗൈരികദാതുനാ. സഹ മഹാകവിഃ, ആ മഹാവീരനായ വാനരസ്വാമി ആഞ്ജനേയസ്വാമി അഭിതാമ്രേണ സ്പിഗ്ദേശേന. അഭിതാമ്രം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചുവന്നതായിട്ടുള്ള, സ്പിഗ്ദേശം എന്ന് പറഞ്ഞാൽ പിൻഭാഗം, ആസനദേശം എന്നൊക്കെ അർത്ഥമാണ്.
അദ്ദേഹത്തിന്റെ പിൻപുറം, അത് മഹദാ ദാരിദേന ഗൈരികധാതുന ഗിരിഹീവര രാജ. മഹദാ ദാരിദേന നന്നായി പിളർന്നതായിട്ടുള്ള ഗൈരികധാതുന നല്ല ചെങ്കാവിയോടുകൂടിയതായിട്ടുള്ള ഗിരിഹി രണ്ട് പർവ്വതങ്ങളെ പോലെ, രണ്ടായി പിളർന്നിരിക്കുന്ന പർവ്വതങ്ങളെ പോലെ ശോഭിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ പൃഷ്ഠം ചന്തി രണ്ട് ഇതായിട്ട് പിളർന്ന പോലെയാണല്ലോ. അപ്പൊ രണ്ട് പർവ്വതങ്ങൾ പോലെ ഉണ്ടായിരുന്നു ആഞ്ജനേയ സ്വാമിയുടെ പൃഷ്ഠഭാഗം, ആ പിൻഭാഗം എന്ന് പറയണം. തസ്യ വാനരസിംഹസ്യ പ്ലവമാനസ്യ സാഗരം കക്ഷാന്തരഗതോ വായുഃ ജീമൂദൈവ ഗർജതി. സാഗരം പ്ലവമാനസ്യ തസ്യ വാനരസിംഹസ്യ, ആ സമുദ്രത്തെ തരണം ചെയ്യുന്നതായിട്ടുള്ള വാനരേന്ദ്രനായിട്ടുള്ള ആഞ്ജനേയ സ്വാമിയുടെ കക്ഷാന്തരഗത വായുഃ ജീമൂത ഇവ ഗർജതി. അദ്ദേഹത്തിന്റെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ പോകുന്ന വായു അത് മേഘം പോലെ ഗർജിക്കുന്നു, എരമ്പുന്നു എന്നർത്ഥം. ജീമൂതം മേഘമാണ്. അപ്പൊ മേഘഗർജനം പോലെയുണ്ട് ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്ന, അദ്ദേഹത്തിന്റെ കൈകളുടെ ഇടയിലൂടെ കക്ഷത്തിന്റെ ഇടയിൽ കൂടെ പോകുന്ന വായുവിന്റെ ശബ്ദം എന്നാണ്. കേയദാ നിപന്ത്യുൽകഃ ഹ്യുത്തരാന്താദ്വിനിസൃതാ ദൃശ്യതേ സാനുബന്ധാച തദാ സ കവികുഞ്ചരഃ. കേ ഉത്തരാന്താത് വിനിസൃതാ നിപതന്തി ച സാനുബന്ധാ ഉൽക യദാ തദാ ഹി സഹ കവികുഞ്ചരഃ ദൃശ്യത്തെ. ആകാശത്ത് ഖേ, ഉത്തരാന്താത് വടക്ക് ദിക്കിൽ നിന്ന്, വിനിസൃത വിക്ഷേപിക്കപ്പെട്ടതോ ഉദിച്ചു വരുന്നതോ ആയിട്ടുള്ള, നിപതന്തീച്ച നിപതിക്കുന്ന വീഴുന്നതായിട്ടുള്ള, സാനുബന്ധ ഉൽക്ക അനുബന്ധത്തോടുകൂടിയ ഉൽക്ക, ധൂമകേതു. അനുബന്ധം എന്നാൽ വാല്, ധൂമകേതുവിനൊരു വാലുണ്ടാവും. അപ്പോ ഒരു ധൂമകേതുവിനെ പോലെ എപ്രകാരമോ തദാഹി സഹ കവികുഞ്ചരഃ ദൃശ്യത്തെ, അതുപോലെ ആ കവികുഞ്ചരൻ കാണപ്പെട്ടു എന്നാണ്. അപ്പൊ ഒരു ധൂമകേതു അന്തരീക്ഷത്തിൽ കൂടെ പോകുന്നത് പോലെ, വാസ്തവത്തിൽ ധൂമകേതുവാണ് ആർക്ക്? രാവണന്. ലങ്കയെ ദഹിപ്പിക്കാനുള്ള മിസൈലാണ്. ധൂമകേതു പോകുന്നത് പോലെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് ഒരു ധൂമകേതു പോവുകയാണ്. ഭാരതം ലങ്കയുടെ വടക്ക് ഭാഗമാണ്, തെക്കാണ് ലങ്ക. അപ്പോൾ ഇവിടുന്ന് വടക്ക് നിന്ന് വിക്ഷേപിച്ച, ഇന്ത്യയിൽ നിന്ന് ലങ്കയെ നോക്കി വിക്ഷേപിച്ച അഗ്നി മിസൈൽ പോകുന്നത് പോലെ ആഞ്ജനേയ സ്വാമി ലങ്കയെ നോക്കി കുതിക്കുകയാണ്. രാവണന്റെ അന്ത്യം കുറിക്കാനുള്ളൊരു അശുഭ ലക്ഷണമാണ് ഈ ധൂമകേതുവിനോട് ഉപമിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പതനം ആരംഭിച്ചു എന്നർത്ഥം. പതൽ പതംഗ സംഘാസോ വ്യായത ശുശുഭേ കവിഃ പ്രവൃദ്ധൈവ മാതംഗഃ കക്ഷ്യയാ ബദ്ധ്യമാനയാം. പതൽ പതംഗ സംഘാശഃ, ഉദിച്ചുയരുന്ന പതംഗം, സൂര്യൻ, സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും, വ്യായതഃ കവിഃ, വലിയ ശരീരത്തോട്, വിശേഷേണ ആയതഃ എന്നർത്ഥം. വ്യായതഃ, വലിയ ശരീരത്തോടു കൂടിയനായ ദീർഘകായനായ വാനരൻ, ബദ്ധ്യമാനയാ കക്ഷ്യയാ പ്രവൃദ്ധഃ മാതംഗഃ ഇവ ശുശുഭേ. അദ്ദേഹത്തിന്റെ കക്ഷ്യ, ബദ്ധ്യമാനം, കക്ഷ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ കച്ഛ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, സംസ്കൃതത്തിൽ കക്ഷ്യയാണ്. കക്ഷ്യ കച്ചയാവുകയാണ് മലയാളത്തിൽ. കച്ച കെട്ടിയിട്ടുണ്ട് അരയിൽ, അതാണ് ബദ്ധ്യമാനയ കക്ഷ്യയ. അരയിൽ കെട്ടിയതായിട്ടുള്ള കച്ച കൊണ്ട് പ്രവൃദ്ധഃ മാതംഗഃ ഇവ ശുശുഭേ, നല്ല മതയാനയെ പോലെ ശോഭിച്ചു. എന്താർത്ഥം? മതയാനയ്ക്ക് അരയിൽ ചങ്ങലയിടും. ആ ചങ്ങലയിട്ടതുപോലെ ആഞ്ജനേയ സ്വാമിയുടെ അരയിൽ കച്ച ചുറ്റിയിട്ടുണ്ട്. ആ കച്ച ബന്ധിച്ചത് കാണുമ്പോൾ ആകാശത്തു കൂടെ പോകുന്നൊരു മതയാനയെ പോലെ തോന്നി എന്നാണ്. ഉപരിഷ്ടാത് ശരീരേണ ഛായയാ ചാവഗാഢയ സാഗരേ മാരുതാവിഷ്ട നൗരിവാസി തദാ കവിഃ. ആ ഉപരിഷ്ടാത്, മുകളിലൂടെ, ശരീരേണ തന്റെ ശരീരത്തോടുകൂടി, സാഗരേ അവഗാഢയാ ഛായയ, സാഗരത്തിൽ, സമുദ്രത്തിൽ ആണ്ടിരുന്നതായിട്ടുള്ള നിഴലോടും കൂടിയിട്ട്, പ്രതിബിംബത്തോടും കൂടി, മാരുതാവിഷ്ട നൗഹു ഇവ കവിഃ തദാ ആസീത്. മാരുതൻ, കാറ്റിനാൽ കൊണ്ടുപോകപ്പെടുന്ന ആവിഷ്ടമായിരിക്കുന്ന നൗഹു, ഒരു കപ്പൽ, ഒരു തോണി, അതുപോലെ ആ വാനരൻ കാണപ്പെട്ടു. അപ്പൊ ആകാശത്തിൽ ഒരു തോണി പോണു, താഴെ അതിന്റെ നിഴലാകുന്ന തോണി വെള്ളത്തിലും പോണു. രണ്ട് തോണികൾ പോലെ കാണപ്പെട്ടു എന്നാണ്. ഇനി വിവിധങ്ങളായ ഉപമകളാണ് അല്ലെ. ഒരു ആനയെ പോലെ തോന്നി, ഉൽക്കയെ പോലെ തോന്നി,
ഇപ്പൊ തോണി പോകുന്നത് പോലെ പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് പറയാനിരിക്കുന്നത് നാളെ കാണാം നമുക്ക്. വാൽമീകി വർണ്ണിച്ച് 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 ഒരു ചെറുതായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യത്തിനെ എത്രയാണ് വിപുലമായി വർണ്ണിച്ചിരിക്കുന്നത്, എത്ര ഉപമകളാണ്. ഇതുകൊണ്ടാണ് ഇതിനെ മഹാകാവ്യമെന്നും ആദികാവ്യമെന്നും ഒക്കെ പറയുന്നത്. ഇതിനോട് ഉപമിക്കാൻ വേറൊരു കാവ്യമില്ല. അത്രയും വർണ്ണനയാണ്. നമുക്ക് ആവർത്തനം പോലെ തോന്നും, പക്ഷെ ഓരോന്നും ഓരോ രീതിയിലാണ് വർണ്ണിക്കുന്നത്. അതിൽ വൈവിധ്യമുണ്ട്, രസമുണ്ട്. ആസ്വദിക്കണം, ആസ്വദിക്കാൻ ശീലിക്കണം. അങ്ങനെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകാം. നാളെ തുടരാം. ആഞ്ജനേയ സ്വാമി കീ ജയ്. സിയാവര രാമചന്ദ്ര പ്രഭു കീ ജയ്. ഓം പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീ ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണ നിധനം ഏതദ്ധി രാമായണം. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കാലേ വർഷതു പർജന്യഃ പൃഥിവീ സസ്യശാലിനി. ദേശോയം ക്ഷോഭരഹിതഃ ബ്രാഹ്മണാഃ സന്തു നിർഭയാഃ. അപുത്രാ പുത്രിണഃ സന്തു പുത്രിണഃ സന്തു പൗത്രിണാഃ. അധനാഃ സധനാഃ സന്തു ജീവന്തു ശരദാം ശതം. ചരിതം രഘുനാഥസ്യ ശതകോടി പ്രവിസ്തരം. ഏകൈകമക്ഷരം പ്രോക്തം മഹാപാതകനാശനം. ശൃണ്വൻ രാമായണം ഭക്ത്യാ യഃ പാദം പദമേവ വാ. സയാതി ബ്രഹ്മണസ്ഥാനം ബ്രഹ്മണാ പൂജ്യതേ സദാ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ. രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. യന്മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ. വൃത്രനാശേ സമഭവത് തത്തേ ഭവതു മംഗളം. യന്മംഗളം സുപർണസ്യ വിനതാ കൽപ്പയത് പുരാ. അമൃതം പ്രാർത്ഥയാനസ്യ തത്തേ ഭവതു മംഗളം. അമൃതോൽപാദനേ ദൈത്യാൻ ഘ്നതോ വജ്രധരസ്യ യത്. അതിഥിർമംഗളം പ്രാദാ തത്തേ ഭവതു മംഗളം. ത്രീൻ വിക്രമാൻ പ്രക്രമതോ വിഷ്ണോരമിത തേജസഃ. യദാസീൻ മംഗളം രാമ തത്തേ ഭവതു മംഗളം. ഋതവഃ സാഗരാ ദ്വീപാ വേദാലോകാ ദിശശ്ചതേ. മംഗളാനി മഹാബാഹോ ദിശന്തു തവ സർവദാ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്ര സ്വാമിനേ നമഃ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. എല്ലാ അനുഗ്രഹങ്ങളും മംഗളങ്ങളും ആശംസിക്കുന്നു. നാളെ കാണാം വീണ്ടും. നാരായണ.